Praise Jesus. Thank you, Lord. Hi, brothers. Listen, brother. Vimal, brother. Vimal Paul, Sujit, Vishwanath. Very nice to meet you, brothers, again. Hi. Canada-ilake enganundu vishesham? Toronto. Vimal, hope you are happy. Wilson, brother. സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സോ ഒരു ഗ്ലോറിയസ് ഡേ കൂടെ ദൈവം നമുക്ക് തന്നു. ഈ സൺഡേയിൽ നമുക്ക് സഭായവുമായിട്ട് കൂടാൻ പറ്റിയില്ല. ICF സമൂഹം ഈ യാത്രയിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കുറച്ചു നേരം വചനം പഠിക്കാനൊക്കെ നമുക്ക് സമയം ലഭിച്ചു. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം സത്യത്തിൽ വലിയ പ്രചോദനമാണ് പല ആളുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. സെയിം ടു യു സ്വീറ്റ് ബ്രദർ. ഒക്കെ വളരെ പ്രചോദനമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിൽ നിന്ന് വരുന്നത്. വ്യക്തിപരമായിട്ട് ആളുകളുടെ ഈ പ്രചോദനം നമുക്ക് വീണ്ടും പഠിപ്പിക്കാനായിട്ടും തിരുവെഴുത്തുകൾ പറയാനായിട്ടും വലിയ ഉത്സാഹവും പ്രോത്സാഹനവുമാണ് എന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ തിരുവെഴുത്തുകളെ ഒന്നും ട്വിസ്റ്റ് ചെയ്യാതെ സിമ്പിളായിട്ട് വെളിപ്പാട് പുസ്തകത്തിലെ പഠനങ്ങൾ ശാന്തമായിട്ട് ധ്യാനിച്ചു വരികയാണ്. നിശ്ചയമായിട്ടും ഹൊറർ തിയോളജിയിൽ നിന്ന് ഹാപ്പി തിയോളജിയിലേക്ക് വീണ്ടും നാം യാത്ര ചെയ്യുകയാണ്. ഭയാനകമായ ചിന്തകളിൽ നിന്ന് തിരുവെഴുത്തുകളെ യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വെളിപ്പാട് പുസ്തകം AD 70 ഇസ്രായേലിന് സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാശത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞതും അപ്പോസ്തലന്മാരാൽ പഠിപ്പിക്കപ്പെട്ടതുമായ ആദ്യ സഭയുടെ പ്രതീക്ഷ, കാത്തിരിപ്പ്, ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ പ്രാർത്ഥന, വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെയും നീതിമാന്മാരുടെയും രക്തത്തിൻ്റെ പ്രതികാരം എന്ന് വേണ്ട കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്നു. യെരുശലേമിന് സംഭവിക്കാൻ പോകുന്ന 2 നാശങ്ങളിലെ ആദ്യത്തെ നാശം ബാബിലോൺ മുഖാന്തരം ഉണ്ടായി, രണ്ടാമത്തെ നാശം റോം മുഖാന്തരം ഉണ്ടായി. ഈ സംഭവങ്ങളെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ പഠനങ്ങൾ നമ്മൾ ഇന്ന് കാണുന്ന ഫ്യൂച്ചറിസ്റ്റിക് വ്യൂവിലേക്ക് പോയതിൻ്റെ കാരണം ഒരേ ഒരു കാരണമാണ്. അത് വെളിപ്പാട് പുസ്തകം AD 90 ശേഷമാണ് എഴുതിയത് എന്ന ഒരു ലേറ്റ് ഡേറ്റ് വ്യൂ ഉള്ളതുകൊണ്ടും, അത് ഐറേനിയസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിൽ, ട്രാൻസ്ലേഷൻ്റെ ബേസിൽ വന്ന ഒരു ഒറ്റ നൂലതേ ഉള്ളൂ. അതിനെ പിടിച്ചുകൊണ്ടാണ് യൂസീബസ്, മറ്റ് ചർച്ച് ഫാദേഴ്സ്, ഹിസ്റ്റോറിയൻസ് ഒക്കെ ഐറേനിയസിൻ്റെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിനകത്തും പുറത്തുമായിട്ട് ഇത് AD 70 മുമ്പാണ് സംഭവിച്ചതെന്ന് ബൈബിൾ തന്നെ സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് ഐറേനിയസിൻ്റെ വാദഗതിയേക്കാൾ വേദപുസ്തകത്തിൻ്റെ ഇൻറ്റേർണൽ എവിഡൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ 8-ാം അധ്യായം പഠിക്കാൻ തുടങ്ങി. അത് 7-ാമത്തെ മുദ്രയാണ്. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ 7 കാഹളങ്ങളോടുകൂടെ ദൂതന്മാരെ നമ്മൾ കാണുന്നു. 7 ദൂതന്മാർ, 7 കാഹളം അവർ ഊതാൻ നിൽക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു തുടങ്ങി, അത് ഫുൾഫിൽ ചെയ്തില്ല. ഞാനിങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ ഇതുപോലെ 7 കാഹളവുമായിട്ട് 7 പുരോഹിതന്മാർ പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൽ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. നമ്മൾ ആ പ്രൊഫറ്റിക്കലി അങ്ങോട്ടങ്ങോട്ട് യാത്ര ചെയ്താൽ ആ 7 പുരോഹിതന്മാർ യെറൂശലേമിൻ്റെ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ച ഇസ്രായേൽ മക്കൾ, ആ ഇസ്രായേൽ മക്കൾക്കെതിരെ നിന്ന ജെറിഹോ എന്ന് പറയുന്ന പട്ടണം, ആ പട്ടണം ഒരു മൂൺ സിറ്റിയാണ്. ആ മൂൺ സിറ്റിയുടെ രാജാവാണ് ആ പട്ടണത്തിൻ്റെ ദൈവം. ആ പട്ടണത്തിലെ ദൈവനായി ആ രാജാവിനെ വാഴ്ത്തുന്ന ഒരു കാലമുണ്ട്.
അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം നൽകുന്നത് ഇങ്ങനെയാണ്, ലെജൻഡാണ്. അതായത് ഈ യെരിഹോവിൻ്റെ കുറിച്ചുള്ള ഒരു പഴയ കഥ ഇങ്ങനെയാണ്. ആ കഥ ഇങ്ങനെയാണ്: യെരിഹോവ് എന്ന പട്ടണത്തിലെ രാജാവ് ദൈവമായിട്ട് വാഴ്ത്തപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ രാജാവായിട്ട് അവരോധിക്കുന്നത് ഒരു പ്രധാന ചടങ്ങുണ്ട്. ആ പട്ടണത്തിലെ സകല പട്ടണ നിവാസികളും പുറത്തിറങ്ങി പട്ടണത്തിന് ചുറ്റും 7 ദിവസം യാത്ര ചെയ്യും, 7 ദിവസം സഞ്ചരിക്കും. 7 പ്രാവശ്യം, 7-ാം ദിവസം അവർ 7 പ്രാവശ്യം, അതായത് എങ്ങനെയാണോ ഇസ്രായേൽ യെരിഹോ പിടിച്ചത് അതുപോലെ തന്നെ പരമ്പരാഗതമായി ഈ ജെറിഹോവിൽ സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണത്. അതായത് യെരിഹോവിലെ രാജാവിനെ വാഴ്ത്താൻ, രാജാവാണ് ദൈവമെന്ന് വാഴ്ത്താൻ, രാജാവാണ് സകലത്തിൻ്റെയും ഉടമസ്ഥനെന്നും ദൈവമെന്നും ആരാധന പുരുഷനെന്നും ജനങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ഒരു പ്രധാന ന്യൂ ഇയറിൻ്റെ ടൈം, അതായത് 1-ാം മാസം. നമുക്കറിയാം ഇസ്രായേലും യെരിഹോവിലെത്തിയത് ആ ആദ്യ മാസമാണ്. അപ്പം ന്യൂ ഇയറിനോടുള്ള ബന്ധത്തിൽ ഇവർ ഇതിന് ചുറ്റും 7 പ്രാവശ്യം 7 ദിവസം ചുറ്റും. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റിയ ശേഷം ആ രാജാവ് സൺ ഓഫ് ഗോഡാണ്, ദൈവമാണ്, ദൈവപുത്രനാണെന്ന് പറഞ്ഞ് വലിയ ആഘോഷത്തോടുകൂടെ ഭയങ്കര ഉച്ചത്തിൽ ആ മൂൺ സിറ്റിയുടെ ജെറിഹോവിലെ രാജാവിനെ വാഴ്ത്തുന്ന ഒരു ചടങ്ങ് പരമ്പരാഗതമായിട്ട് യെരിഹോവിലുണ്ട്. നമ്മുടെ കർത്താവായ ദൈവം ജോഷുവയോട് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വന്ന് പുരോഹിതന്മാരെ കാഹളവുമായിട്ട് മുമ്പിൽ നടത്തണം. 7 ദിവസം അവർ ഇങ്ങനെ ചുറ്റി നടക്കണം. 7 പ്രാവശ്യം 7 പ്രാവശ്യം ചുറ്റി നടന്ന ഈ പുരോഹിതന്മാർ 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റണം. 7 ദിവസത്തിൻ്റെ 7-ാം നാളിൽ 7 പ്രാവശ്യം ചുറ്റുകയും 7-ാം നാളിൽ 7 കാഹളം ഊതുകയും ചെയ്യണം. 7 പേരും കൂടെ കാഹളം ഊതുമ്പോൾ ആ മൂൺ സിറ്റി താഴെ വീഴുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ക്ലിയർ ആയിട്ടൊരു പിക്ചർ വിശുദ്ധ ബൈബിളിൽ കൊടുക്കുകയാണ്. 7 കാഹളം മുഴങ്ങുന്ന സമയത്ത് ലോകത്തിലെ അന്ന് നിലനിന്നിരുന്ന ഏറ്റവും വലിയ, കനാൻ ദേശത്തെ ഏറ്റവും ശക്തമായ ഒരു പട്ടണം, ആ പട്ടണത്തിൻ്റെ വീഴ്ച 7 പുരോഹിതന്മാരുടെ കാഹളധ്വനിയോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പം 7 പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ ഒരു പട്ടണം നിലംപരിചായി നശിച്ചു എന്ന് നാം വിശുദ്ധ തിരുവെഴുത്തിൽ കാണുന്നു. അതിൻ്റെ യഥാർത്ഥ പ്രതീകമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരിൽ 7 പേർക്ക് 7 കാഹളം ലഭിക്കുകയാണ്. ഈ 7 കാഹളം ഊതുമ്പോൾ യെരൂശലേം എന്ന് പറയുന്ന അപ്പോസ്റ്റേറ്റ് ആയിട്ടുള്ള, ദൈവത്തെ തിരസ്കരിച്ച, മർമ്മം മഹദിയാം ബാബിലോൺ എന്നും വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും രക്തം കുടിച്ച മതിച്ചിരിക്കുന്ന ഒരു സ്ത്രീ യഹോവയായ ദൈവത്തോടുള്ള വിവാഹബന്ധം മുറിച്ച് അന്യജാരന്മാരുടെ പുറകെ പോയ ഒരു വേശ്യാസ്ത്രീ, സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് വഴിയൊരുക്കിയ പട്ടണം, സോദോം എന്നും ഗോമോറ എന്നും മിസ്രീം എന്നും ഒക്കെ വിശുദ്ധ തിരുവെഴുത്ത് വിളിക്കുന്ന ഒരു മ്ലേച്ഛതയുടെ മാതാവായിരിക്കുന്ന യെരൂശലേം എന്ന പട്ടണം, അതിനെ വിശുദ്ധ നഗരമെന്ന് വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലന്മാർ വിളിച്ചിട്ടില്ല. സോ നമ്മൾ കത്തോലിക്ക സഭയാണ് ഇതെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ തെറ്റിദ്ധാരണയിൽ നിന്ന് വന്നതാണ്. നമ്മൾ കുറേയും കൂടെ ദൈവവചനത്തെ നല്ലൊരു യാഥാർത്ഥ്യത്തിൽ പഠിക്കുമ്പോൾ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന, യെരൂശലേം എന്ന് പറയുന്ന മഹാനഗരത്തിന് നാശം സംഭവിക്കുകയാണ്. ആ നാശം സംഭവിക്കുന്നത് 7 കാഹളങ്ങളിലൂടെയാണ്. ആദ്യത്തെ മുദ്ര പൊട്ടിക്കുന്നു. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ആ 7-ാം മുദ്രയുടെ ഭാഗമായി ആ 7-ാം മുദ്രയ്ക്കകത്ത് നിന്ന് 7 കാഹളങ്ങളോടുകൂടെ ദൂതന്മാർ പുറത്തു വരികയാണ്. ഈ ദൂതന്മാരുടെ കാഹളധ്വനി ഒരു പട്ടണത്തിൻ്റെ വീഴ്ചയ്ക്ക് ഉതകുന്നു. ഇതിനെ സ്ഥിരീകരിക്കുന്ന തിരുവെഴുത്താണ് ഞാൻ നേരത്തെ പ്രസ്താവിച്ചത്. അതായത് യെരിഹോവ് എന്ന് പറയുന്ന പട്ടണം, യെരിഹോവ് എന്ന് പറയുന്ന ആ പട്ടണവും താഴെ വീണത് 7 പുരോഹിതന്മാരുടെ കാഹളത്തിൻ്റെ ധ്വനിയുടെ മുമ്പിലാണ്, ആർപ്പിൻ്റെ മുമ്പിലാണ്. ഇവിടെയും നാം ഇന്ന് പഠിക്കേണ്ടതും ഇതേ വിഷയം തന്നെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തിരുവെഴുത്തുകൾ കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ മത്സരിക്കേണ്ടതായിട്ടോ തെറ്റാണെന്നോ ശരിയാണെന്നോ വിധിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ഇത് വിധിക്കാം നമുക്ക്. എങ്ങനെയാണ്? തിരുവെഴുത്തുകളുടെ യാഥാർത്ഥ്യങ്ങളെയും പൊരുളുകളെയും മനസ്സിലാക്കി നമുക്കിത് വിധിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 7 പുരോഹിതന്മാർ
കാഹളമൂതിയപ്പോൾ എരിഹോ പട്ടണം താഴെ വീണതുപോലെ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ പുറപ്പെട്ടു വന്ന 7 ദൂതന്മാർ ഊതുന്ന കാഹളത്തിന്റെ മുൻപിൽ നാം കാണുന്നു തിരുവെഴുത്തിൽ ഈ പട്ടണം താഴേക്ക് വീഴുകയാണ്. അതായത് ഈ പട്ടണം വീഴുന്നതിന് കാരണമായത് ഈ 7 കാഹളധ്വനിയാണ്. അങ്ങോട്ടുള്ള സംഭവ പരമ്പരകളെല്ലാം തന്നെ ഈ കാഹളധ്വനിയോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒടുവിലത്തെ കാഹളം ഊതുമ്പോൾ നമ്മൾ കാണുന്നത് അടുത്ത കലശം, വളരെ ക്രോധം, ഏറ്റവും ക്ലൈമാക്സിലേക്ക് വിഷയങ്ങൾ പോവുകയാണ്. സോ ഓരോ വിഷയങ്ങൾ നാം വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. AD 70 ഇസ്രായേലിന് സംഭവിച്ച വിനാശത്തിന് ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാൻ മുഖാന്തരം ദൈവം വേഗത്തിൽ സംഭവിക്കാനുള്ളത്, ഈ വാക്കുകളെ ഞാൻ ആവർത്തിക്കുന്നത് വേഗം സംഭവിക്കാനുള്ളതാണ്. കാരണം വെളിപ്പാട് പുസ്തകം എഴുതി തുടങ്ങുന്നത് തന്നെ വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനകത്ത് യേശു കർത്താവിൻ്റെ ന്യായവിധിയുടെ ഒരു സന്ദേശമായിട്ടാണ് നാം അത് കാണുന്നത്. 2-ാം അധ്യായത്തിൽ എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴും പറയുന്നുണ്ട്, നീ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ ഞാൻ വന്ന് നിന്റെ നിലവിളക്ക് ആ സ്ഥലത്ത് നിന്ന് എടുത്തു കളയും. 2000 വർഷത്തിന് ശേഷം യേശു ഇനിയും വരാൻ പോകുന്ന കാലത്താണ് എഫെസോസ് സഭയ്ക്കകത്ത് നിലവിളക്ക് നീക്കാൻ പോകുന്നതെങ്കിൽ ഇന്ന് എഫെസോസ് എന്ന സഭ അവിടെ ഇല്ല. ആ സഭ എന്നേ അവസാനിച്ചു പോയി, എന്നേ അത് വേരോടെ ഇല്ലാതെയായിപ്പോയി. അപ്പോൾ അത് അന്നായിരുന്നു സംഭവിച്ച കാര്യം, മറന്നു പോകരുത്. ചരിത്രപരമായിട്ട് അതിന് കൃത്യമായ ബോധ്യം ആ വിഷയത്തിൽ നമുക്കുണ്ടാകണം എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുക. അപ്പം 1-ാമത്തെ കാഹളത്തെ ഊതിയത് നമുക്ക് കേൾക്കുകയുണ്ടായി. 1-ാമത്തെ കാഹളം ഇങ്ങനെയാണ്, 7 കാഹളം. ആ കാഹളം ഊതാനൊരു കാരണം ഞാൻ പറഞ്ഞു. 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ നിലവിളിക്കുന്ന ലക്ഷക്കണക്കിന് വിശുദ്ധന്മാരുടെ രക്തം, ഭൂമിയിലുള്ളവരോട് പ്രതികാരം ചെയ്യണം എന്ന് നിലവിളിക്കുന്ന രക്തം. നമ്മുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഹാബേലിൻ്റെ രക്തം മുതൽ, ഹാബേലിൻ്റെ രക്തസാക്ഷിയായ ഹാബേൽ മുതൽ ബെറക്യാവിൻ്റെ മകനായ സെക്കറിയാവിൻ്റെ രക്തം വരെ ഈ തലമുറയുടെ മേൽ വരും, നിങ്ങളുടെ മേൽ വരുമെന്ന് പറഞ്ഞ് ഇസ്രായേലിന് നേരെ സകല രക്തസാക്ഷികളുടെയും രക്തത്തിൻ്റെ പകരം തലമുറയോട് ചോദിക്കുമെന്ന് പറഞ്ഞ് ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. തന്നെ നോക്കി കരയുന്ന സിയോൻ പുത്രിമാരോട് പറയുന്നുണ്ട്, യെരൂശലേമിന്റെ പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ചൊല്ലി കരയണം എന്ന് പറയുന്ന ഒരു തിരുവെഴുത്ത് നമുക്ക് വായിപ്പാൻ കഴിയും. പലയിടങ്ങളിൽ യേശു ഇവരെ ആശ്വസിപ്പിക്കാനും ഇവരെ ചേർത്തുകൊള്ളാനും ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ വഹിക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ ചുമക്കാൻ താല്പര്യമുണ്ട് എന്ന് യേശു പറയുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇവിടെ കാഹളധ്വനികൾ മുഴങ്ങുകയാണ്. മുദ്ര പൊട്ടിക്കുന്നു. 7-ാം മുദ്രയായി 7 കാഹളങ്ങൾ. ഞാനിത് വീണ്ടും പറയുന്നത് ശ്രദ്ധയെ നമ്മൾ ഒരിക്കലും ചരിത്രം പഠിക്കുമ്പോൾ, യാഥാർത്ഥ്യങ്ങൾ പഠിക്കുമ്പോൾ വിട്ടുകളയാതെ നാം പോകേണ്ടത് ആവശ്യം അതുകൊണ്ടാണ്. അപ്പോൾ 7 കാഹളധ്വനി മുഴക്കിയപ്പോൾ, 7 പുരോഹിതന്മാരുടെ കാഹളധ്വനി മുഴക്കിയപ്പോൾ ഇസ്രായേലിൻ്റെ എതിരായി നിന്ന എരിഹോ പട്ടണം താഴേക്ക് വീണു എങ്കിൽ ഇവിടെ താണ്ടെ അടുത്ത ഒരു 7 ദൂതന്മാരെ വിശുദ്ധ തിരുവെഴുത്തിൽ അടുത്തൊരു പിക്ചർ പെർഫെക്ഷനിൽ കാണുകയാണ്. ഈ 7 ദൂതന്മാരുടെ കാഹളധ്വനിയോടുകൂടെ യെരൂശലേം എന്ന് പറയുന്ന പട്ടണത്തിന് നാശം സംഭവിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ആദ്യത്തെ ദൂതൻ ഊതിയപ്പോൾ സംഭവിച്ചെൻ പറഞ്ഞു, രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞു. അതായത് വെജിറ്റേഷനെ മുഴുവൻ, അവിടുത്തെ കൃഷിഭൂമിയെയും മരങ്ങളെയും ബാധിച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം 6-ാമത്തെ മുദ്ര ഊതിയ ശേഷം 4 കാറ്റുമായി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 4 ദൂതന്മാർ വൃക്ഷങ്ങളുടെ മേലും സമുദ്രത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും നാശം വരുത്താൻ നിൽക്കുന്ന 4 കാറ്റുകളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതന്മാരോട് പറയുന്നു, അരുത്, ദൈവത്തിൻ്റെ ദാസന്മാരുടെ തലമേൽ നെറ്റിമേൽ മുദ്രയേൽക്കുന്നത് വരെ നിങ്ങൾക്ക് ഊതുവാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് കൃത്യമായി അവയെ തടസ്സം നിർത്തുന്നുണ്ട്. കുറച്ച് നിമിഷത്തേക്ക് അത് തടയപ്പെടുന്നുണ്ട്. അവ തടയപ്പെടുന്നതിൻ്റെ ഭാരം ആ മുദ്രയേറ്റതിന് ശേഷം അവയെ റിലീസ് ചെയ്യുകയാണ്. റിലീസ് ചെയ്യുമ്പോൾ ഏത് കാറ്റുകളാണോ, എന്ത് വിനാശം വരുത്താനാണോ ആ കാറ്റ് നിന്നത്, ആ വിനാശമാണ് നമ്മൾ ഇവിടെ കാഹളധ്വനി നടത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യം. ഇവിടെ 1-ാമത്തെ കാഹളം ഊതുമ്പോൾ നമ്മൾ കാണുന്നത് വൃക്ഷങ്ങളുടെ മേൽ വലിയ നാശമുണ്ടാകുന്നു, അല്ലെങ്കിൽ വെജിറ്റേഷൻസ് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ വ്യക്തമാക്കി. ആ ടൈറ്റസ് ഇസ്രായേലിനെ ഉപരോധിക്കുന്ന കാലത്ത്, അതായത് പട്ടണം നശിപ്പിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ്, അതിന് ചുറ്റും ഏകദേശം 90 ഫർലോങ് അല്ലെങ്കിൽ 90 മൈല് വലിയ വിശാലമായി, വലിയ ആർക്കും കടക്കാൻ പറ്റാത്ത നിലയിൽ വലിയ ഉയർന്ന
ബാരിക്കേഡുകൾ ഉണ്ടാക്കി. ഒരൊറ്റ ആളുകൾക്ക് പോലും ഇപ്പുറത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത നിലയിൽ ഇതിന് ചുറ്റും വലിയ വാടകോരി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിന് ആ വ്യക്തികൾ ഒരാൾ പോലും, അതായത് യെരൂശലേം പട്ടണത്തിൽ നിന്ന് ഒരാൾ പോലും പുറത്തു വരാതിരിക്കാൻ 13 വാച്ച് ഗോപുരങ്ങൾ, വാച്ച് ടവേഴ്സ് താൻ ഉണ്ടാക്കി. തൻ്റെ യഥാർത്ഥ ഹെഡ് ക്വാർട്ടേഴ്സ് യെരൂശലേമിൻ്റെ കിഴക്ക് വശത്ത് ഒലിവുമലയ്ക്ക് വടക്ക് വശമായിട്ട് ഉണ്ടാക്കി. അതിനെ ലുക്കൌട്ട് മൗണ്ടൻ എന്ന് പറയുന്ന ആ മൗണ്ടനിൽ നിന്നുകൊണ്ട് യെരൂശലേമിനെ താൻ വീക്ഷിക്കുകയായിരുന്നു ചില മാസങ്ങൾ. സോ അങ്ങനെ ആ ബാരിക്കേഡുകൾ, അതായത് ഏകദേശം 90 മൈൽ ദൈർഘ്യമുള്ള ബാരിക്കേഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി മെറ്റീരിയൽ കുറഞ്ഞു വന്നപ്പോൾ താൻ ചെയ്ത കാര്യം, ഇസ്രായേലിലും യഹൂദ നാട്ടിലും സമീപദേശത്തുള്ള സകല മരങ്ങളും സകല വൃക്ഷങ്ങളും സകല സസ്യജാലങ്ങളെയും വെട്ടി മുറിച്ചെടുത്ത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ഒന്നാമത്തെ കാഹള ധ്വനി ഊതുമ്പോൾ എന്താണോ സംഭവിക്കും എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു. ആദ്യം വൃക്ഷങ്ങൾക്ക് കേടുവന്നു, പച്ചില കാണാതെയായി. ജോസീഫസ് തൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി. യെരൂശലേമിനെ കാണുന്നവർ വിലപിച്ച് നിലവിളിക്കുന്ന നിലയിൽ, വലിയ സങ്കടത്തോടെ അലമുറയിട്ട് കരയുന്ന നിലയിൽ അതിൻ്റെ പതനവും അതിൻ്റെ ആ രീതിയും മാറിപ്പോയി. പൂങ്കാവനമായിരുന്ന യെരൂശലേം ഒരു പോലെ കാണപ്പെട്ടു, മരുഭൂമി പോലെയായി മാറി. അങ്ങനെ ആദ്യത്തെ കാഹളധ്വനിയിൽ സംഭവിച്ചത് ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള വലിയ സൈന്യം യെരൂശലേമിനും യഹൂദിയ ദേശത്തുള്ള സകല മരങ്ങളെയും സകല കൃഷി സ്ഥലങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ കാഹളത്തിലേക്കാണ് പോകുന്നത്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ആ വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 8:8-9. രണ്ടാമത്തെ ദൂതൻ ഊതി, കാഹളം കിട്ടിയ രണ്ടാമത്തെ ദൂതൻ കാഹളമൂതി. അപ്പോൾ തീ കത്തുന്ന വന്മല പോലെ ഒന്ന്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കുറച്ച് ശാന്തമായിട്ട് ശ്രദ്ധിക്കണം. തീ കത്തുന്ന വന്മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലിനും 1/3 ഛേദം വന്നു. 3 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, തീ കത്തുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കത്തുന്ന പർവ്വതം, തീ കത്തുന്നത് പോലെ ഒരു വൻമല, ഒരു വലിയ മൗണ്ടൻ സമുദ്രത്തിലേക്ക് എറിയപ്പെട്ടു. അതിനെ എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു. ആദ്യത്തെ ചിത്രമാണ്. 2, കടലിൽ 1/3 രക്തമായി തീർന്നു. അതായത് ഇത് വീണ കടൽ രക്തപങ്കിലമായി തീർന്നു. 1/3. അടുത്തത്, സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. അതായത് ഇത് വന്നു വീണതിനാൽ ആ കടലിലുള്ള ഏകദേശം 1/3 ചത്തുപോയി. അടുത്തത്, കപ്പലുകളിൽ 1/3 ഛേദം വന്നു. അതായത് ഏത് കടലിലാണോ ഇത് വീണത്, ആ വീണ കടലിലെ കപ്പലുകളിൽ 1/3 ഛേദം വന്നു എന്ന് നമ്മൾ കാണുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇനിയും പഠിക്കേണ്ടതായ വിഷയം, ഇവിടുത്തെ പിക്ചേഴ്സ് നോക്കിക്കേ. രണ്ടാമത്തെ ദൂതൻ ഊതുമ്പോൾ ഒരു പർവ്വതം വന്ന് നേരെ കടലിൽ വീഴുന്ന ഒരു ചിത്രമാണ്. ഒരു പർവ്വതം കടലിലേക്ക് വന്ന് വീഴുന്ന ഒരു ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മല പോലെ ഒന്ന് കടലിലേക്ക് വന്ന് വീഴുകയാണ്. ആ കടലിൽ വീഴുമ്പോൾ ആ വീഴുന്ന കടലിൽ 1/3 രക്തമായി മാറുന്നു. 2, ആ കടലിലുള്ള ജീവനുള്ള സകല ജന്തുക്കളുടെയും 1/3 നാശം സംഭവിക്കുന്നു. 1/3, എല്ലാം 1/1 3/1 കപ്പലുകൾക്ക് ഛേദം വരും. അപ്പൊ കപ്പൽ ഛേദം സംഭവിച്ചു, കടലിന് ദൂഷ്യമുണ്ടായി, കടലിലെ ജീവികൾക്ക് നാശമുണ്ടായി. 3, അപ്പൊ കടലിൽ പ്രാണങ്ങൾ കൊല്ലപ്പെട്ടു, കടൽ രക്തതുല്യമായി മാറി, ഒരു വൻമല നേരെ ഭൂമിയിലേക്ക് വീഴുകയാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെ, നമ്മൾ ഈ വാക്യത്തെ നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുമായി ചേർത്ത് പഠിക്കുകയാണ്. നമ്മൾ ഇനി പോകേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യെരൂശലേമിന് സംഭവിക്കാൻ പോകുന്ന വിനാശത്തെക്കുറിച്ച് സംസാരിച്ച സമയത്തേക്ക് നമ്മളൊന്ന് തിരിക്കുക. മത്തായിയുടെ സുവിശേഷം 20 മുതൽ 25 വരെ
നിങ്ങൾക്ക് ബൈബിൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ അധ്യായങ്ങൾ ശ്രദ്ധിക്കണം. 20 മുതൽ 25 വരെ, മത്തായിയുടെ സുവിശേഷം 20 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ യെരൂശലേമിന് സംഭവിക്കുവാനുള്ള മഹാന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ഭയങ്കരമായ നാളിനെക്കുറിച്ചും പ്രതികാര കാലത്തെക്കുറിച്ചുമാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ 20 മുതൽ അങ്ങോട്ടുള്ള ഉപമകൾ, വിശദീകരണങ്ങൾ, പഠിപ്പീരുകൾ, പ്രവചനങ്ങൾ എല്ലാം യെരൂശലേമിനെ സംഭവിക്കാൻ പോകുന്ന വിനാശത്തെക്കുറിച്ച്. കാരണം ഞാൻ ഒരു പോയിന്റ് അവിടെ നിൽക്കാം. മലാക്കിയുടെ പ്രവചനം അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ ഏലിയാവിനെ അയക്കും. നമ്മൾ വിശുദ്ധ ബൈബിളിനെ ക്രുക്കഡായിട്ട് ഏതോ ഒരു തിയറിയെ തെളിയിക്കാൻ വേണ്ടിയല്ല പഠിക്കേണ്ടത്, കൃത്യമായിട്ട് പഠിക്കുക. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ ഏലിയാവിനെ അയക്കും എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. പുതിയ നിയമത്തിൽ ഇന്ന് ഈ ചിന്തകൾ ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ നിശ്ചയമായിട്ടും ഈ ഭാഗം പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് അന്ത്യക്രിസ്തു വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ അന്ന് 7 ആഴ്ചവട്ടക്കാലം, 7 വർഷം മഹാ ഉപദ്രവം ഉണ്ടാകും. അന്ന് യെരൂശലേമിൽ 2 സാക്ഷികൾ വരും. അതിൽ ഏലിയാവും മോശയുമാണ് വരുന്നത്. ആ ഏലിയാവ് വരുന്നതിന് മുൻപ്, അതായത് യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഏലിയാവ് വരും. ഇത് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് യാതൊരു കൂസലും കൂടാതെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അവരെ ആരും ചോദ്യം ചെയ്യാൻ ഇവിടെങ്ങും ആരും തയ്യാറാകുന്നുമില്ല. എന്നാൽ എൻ്റെ പ്രാണനാഥൻ, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ എൻ്റെ കർത്താവ് മാത്രമാണ്. ആ കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് കാര്യം പറയാം. യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്: നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. അതായത് യോഹന്നാനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. അങ്ങനെങ്കിൽ മലാക്കിയുടെ പ്രവചനത്തിൽ യഹോവയായ ദൈവം, ദൈവത്തിൻ്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ പ്രവാചകനെ അയക്കും, ഏലിയാവിനെ അയക്കും എന്ന് പറഞ്ഞിട്ട് യേശു പറയാണ്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് യോഹന്നാൻ സ്നാപകൻ തന്നെയാണ്. അപ്പൊ യോഹന്നാൻ സ്നാപകനാണ് വരുവാനുള്ള ഏലിയാവെങ്കിൽ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാളിന് തൊട്ടു മുമ്പാണ് യോഹന്നാൻ വരേണ്ടത്. യോഹന്നാൻ ഇനിയും വരുന്നു, അല്ലെങ്കിൽ ഏലിയാവ് ഇനിയും വരാൻ പോകുന്നു എന്ന ചിന്തകൾ ഉപേക്ഷിച്ചിട്ട് യോഹന്നാനാണ് വരുവാനുള്ള ഏലിയാവെന്ന് യേശു പറഞ്ഞിരിക്കുക. ഇവിടുത്തെ ഏത് വേദശാസ്ത്രിയെക്കാളും ഏത് വിശുദ്ധ വചനത്തിൻ്റെ വ്യാഖ്യാതാവിനേക്കാളും ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്. വാക്ക് പറഞ്ഞ ആ ആള് മാറാത്ത ആളായതുകൊണ്ട് ആ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, യോഹന്നാനാണ് വരുവാനുള്ള ഏലിയാവ്. അങ്ങനാണെങ്കിൽ യോഹന്നാൻ വന്നത് ദൈവത്തിൻ്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പെയാണ്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപെയാണ് ഏലിയാവ് വന്നത്. അത് യോഹന്നാൻ സ്നാപകനാണ്. അങ്ങനെങ്കിൽ യോഹന്നാൻ സ്നാപകൻ വരുന്നതിന് തൊട്ടു പുറകിൽ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. യോഹന്നാന്റെ പ്രസംഗം ഇങ്ങനെയാണ്: സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നരകമാണെന്നും അത് നിത്യനാശമാണെന്നും ഒക്കെ വ്യാഖ്യാനിച്ച് ഇതിന് ആവശ്യമില്ലാത്ത അർത്ഥം കൊടുത്ത് വികലമാക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ സത്യവചനത്തെ അങ്ങനെ മനസ്സിലാക്കുക. അവന്റെ വാചകം കേട്ട്, അവന്റെ പ്രസംഗം എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക എന്ന മെസ്സേജ് കൊടുക്കുന്നു. ആയിരക്കണക്കിന് പരീക്ഷന്മാരും ശാസ്ത്രിമാരും അവന്റെ പ്രസംഗം കേട്ടിട്ട് നിർജ്ജന പ്രദേശത്ത് അവന്റെ അടുക്കിലെത്തുന്നു. ആ എത്തുന്ന ആളുകളോട് യേശു പറയുകയാണ്, വരുവാനുള്ള കോപത്തിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ നിങ്ങളെ ഉപദേശിച്ചതാരാണ്? ഏതാണ് ആ വരുവാനുള്ള കോപം? നിശ്ചയമായിട്ടും യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാളിനെ കുറിച്ചാണ്. തൊട്ട് താഴെ നോക്കിക്കേ, യേശുവിനെ കുറിച്ച് പറയുന്നു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കതിരുകളെ അവൻ ശേഖരിക്കുകയും പതിരുകളെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും തീയുടെ അഭിഷേകവും നൽകാൻ യേശു വരുന്നു എന്നാണ്. തീയുടെ അഭിഷേകം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ ഫയർ വിങ്സും ഫയർ ഗ്രൂപ്പും ഒന്നുമല്ല. തീയുടെ അഭിഷേകം എന്ന് പറഞ്ഞാൽ ന്യായവിധി എന്ന പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തീക്കാത്തിട്ട് നിന്നെ കത്തിക്കുമെന്ന്.
പരിശുദ്ധാത്മാവിനെ നൽകും, തീക്കത്തിട്ട് കത്തിക്കുകയും ചെയ്യും. ഇത് രണ്ടും ചെയ്യാൻ ആൾ വരുന്നതാണ്. അപ്പം യോഹന്നാൻ മുന്നോടിയായിട്ട് വിളിച്ചു പറഞ്ഞു, ദാ വരുന്നുണ്ട്, കോടാലി വൃക്ഷത്തിന്റെ ചോട്ടിൽ വെച്ചിരിക്കുക. അപ്പൊ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാള് വരുന്നതിന് മുമ്പേ ദൈവം അയച്ച യോഹന്നാൻ യെരൂശലേമിനെ നോക്കി പ്രവചിക്കുകയാണ്. കോടാലി വെച്ച് കഴിഞ്ഞു, തീ കത്തിക്കാൻ ആള് വന്നു കഴിഞ്ഞു, തൊട്ടു മുമ്പ് പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരാൻ പോകുന്ന തീയാണ്. ഇത് തന്നെയാണ് പെന്തിക്കോസ്തിൽ സംഭവിച്ചത്. പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി വന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്ത് നാളിൽ യെരൂശലേം ദേവാലയത്തിൽ ഇറങ്ങി വന്നു. ഇത് ഞാൻ പണ്ട് യെരൂശലേമിൽ AD 70 ഏതോ ഒരുത്തിന് ഒരു വർഷത്തോളം, അദ്ദേഹത്തിന്റെ പേര് യേശു എന്നാണ്, യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ കിടന്ന് നിലവിളിച്ചു, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ മലയാള നാട്ടിൽ കിടന്ന് കുറെ നാളും കൊണ്ട് പറയുകയാണ്, യെരൂശലേമിൽ ദൈവാലയത്തിന്റെ അകത്താണ് പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നത്. പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്ത് നാളിൽ യെരൂശലേം ദേവാലയത്തിന്റെ അകത്താണ് വന്നത്. ഇസ്രായേൽ ശിഷ്യന്മാരും കൂട്ടരും യെരൂശലേം ദേവാലയത്തിന് അകത്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാൻ എത്ര പറഞ്ഞാലും ആളുകൾ വീണ്ടും പറയും മാളിക മുറിയിലാണ്, മാളിക മുറിയിലാണ്, മർക്കോസിന്റെ മാളിക. കാരണം നമ്മുടെ സിസ്റ്റം, നമ്മുടെ തിയോളജി, നമ്മുടെ പാട്ടുകൾ എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്നത് മാളിക മുറിയാണെന്ന. അല്ലേ, അല്ല, അല്ല, അല്ല. യെരൂശലേം ദേവാലയത്തിന്റെ അകത്താണ് ഈ ശിഷ്യന്മാർ കൂടി വന്നത്. വിശുദ്ധ ബൈബിൾ അതിനെ കൃത്യമായിട്ട് തെളിയിക്കുന്നു. സോ അങ്ങനെ യെരൂശലേം ദേവാലയത്തിൽ പെന്തിക്കോസ്തിന്റെ അന്ന് അന്യഭാഷക്കാരെ കൊണ്ട് നിറച്ചു. ഞാൻ ഈ വിഷയത്തെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ എൻ്റെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. പെന്തിക്കോസ്തിൽ എന്തുകൊണ്ട് അന്യഭാഷ വന്നു? ഇത് സഭയുടെ ഉദ്ഘാടനം മാത്രമല്ല, അന്യഭാഷ ജാതികൾക്ക് അടയാളം കൊടുത്തു. എന്തിനാ അടയാളം എന്ന് ചോദിച്ചാൽ, യെരൂശലേമേ ഇത് നിനക്ക് അടയാളമാണ്. നിന്റെ പള്ളിക്കകത്ത്, നിന്റെ ദൈവാലയത്തിനകത്ത് അന്യനാട്ടുകാര്, അന്യഭാഷക്കാർ സംസാരിക്കുന്ന കണ്ടോ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾ അന്യഭാഷക്കാരുടെ ഇടയിൽ നിൽക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എബ്രായ ഭാഷയും അരാമിക് ഭാഷയും മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പള്ളിക്കകത്ത് അന്യരാജ്യത്ത് നിന്ന് അന്യ മതക്കാർ വന്ന് അന്യഭാഷ സംസാരിക്കുന്ന കാലം വരാൻ പോവുകയാണ്. ഈ അന്യഭാഷ ജാതികൾക്ക് ഒരു അടയാളമായി ലഭിച്ചിരിക്കുകയാണ്. അപ്പം പെന്തിക്കോസ്തിൽ വന്ന അന്യഭാഷയും യെരൂശലേമിൽ വരാൻ പോകുന്ന വിനാശത്തിന്റെ മുന്നറിയിപ്പാണ്. യെരൂശലേമിൽ വരാൻ പോകുന്ന വിനാശത്തിന്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ അന്യഭാഷ വന്നത്. ആ അന്യഭാഷ ജാതികൾക്ക് അടയാളമായിട്ടിരിക്കുകയാണ്. എന്തിന്റെ അടയാളം? ന്യായവിധിയുടെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പെന്തിക്കോസ്ത് നാളിൽ ഈ ദൈവാലയത്തിനകത്ത് അന്യഭാഷയുടെ ശബ്ദം മുഴങ്ങുന്നെങ്കിൽ ചില ദിവസം കഴിയുമ്പോൾ, ഒരു 40 വർഷം കഴിയുമ്പോൾ, ഇതേ ദൈവത്തിന്റെ ആലയത്തിനകത്ത് ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് ജാതികൾ വന്ന് അന്യഭാഷ സംസാരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ, ആത്മാവി സംസാരിക്കാൻ പോകുന്നല്ല, അന്യഭാഷ പറയുന്നവർ ഇതിനകത്ത് വരും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോടാലി വന്നു എന്നർത്ഥം, നിങ്ങൾക്ക് ന്യായവിധി വരാൻ പോകുമെന്നർത്ഥം. അപ്പൊ പെന്തിക്കോസ്ത് നാളിൽ ആ അന്യഭാഷ ഇറങ്ങിയത് യഹൂദൻ അടയാളമായിട്ടാണ് എന്ന കാര്യം ബോധ്യം. ഇത് മാളിക മുറിക്കകത്തിലെ കാര്യപരിപാടിയല്ല, 10 നാൾ ഒളിച്ചിരുന്നപ്പോൾ കിട്ടിയ കാര്യപരിപാടിയല്ല. ഇത് യഹൂദന് സംഭവിക്കാൻ പോകുന്ന വിനാശത്തിന് ദൈവം കൊടുത്ത മുന്നറിയിപ്പാണ്. കാരണം യേശുവിന്റെ ദാസനായി മുന്നോടിയായി വന്ന യോഹന്നാൻ പറഞ്ഞു, യഹോവയുടെ വലുതും ഭയങ്കരമായ നാളിന് മുമ്പ് ദൈവം അയക്കാൻ പോകുന്ന യോഹന്നാൻ പറഞ്ഞു, യേശു ആത്മാവ് കൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്യും. തീർന്നിട്ടില്ല, തീ കൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്യും. 2 കാര്യം ഒരാൾ ചെയ്യാൻ പോവുകയാണ്. ഇത് രണ്ടും സംഭവിക്കും. പെന്തിക്കോസ്ത് നാളിലാണ് യഥാർത്ഥത്തിൽ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിച്ചതെങ്കിൽ 40 വർഷം കഴിഞ്ഞപ്പോൾ അതേ യെരൂശലേം ദേവാലയത്തിനകത്ത് തീ കൊണ്ടുള്ള ഒരു ന്യായവിധിയും കൂടെ സംഭവിച്ചു. ഇത് യഹൂദന് മുന്നറിയിപ്പായിരുന്നു. മത്തായിയുടെ സുവിശേഷം 20 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരോട് സംസാരിക്കുകയാണ്. അവിടുത്തെ ഒരു ഉപമയും എടുത്ത് ഇവിടെ കൊണ്ട് താങ്ങി ആർക്കും താങ്ങായിട്ട് നിർത്താൻ പറ്റില്ല. 10 കന്യകയുടെ ഉപമയും കൈവിടപ്പെട്ടു പോകുന്നവരുടെ കഥയും നോഹയുടെ കാലവും യോനയുടെ കാലവും ഒരു കഥയും ഈ വരാൻ പോകുന്ന കാലവുമായിട്ട് ബന്ധമില്ല. കൃത്യമായി യഹൂദനുള്ള ദൈവത്തിന്റെ ഡയറക്റ്റ് ടോക്കാണ്. ഇത് ഞാൻ പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ വാക്യം എഴുതിയത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്ന് പറഞ്ഞാൽ ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത ഒത്തിരി പേരുണ്ടെന്ന്, അത് കേൾക്കത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിനകത്ത് മാത്രം കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതുകൊണ്ട് ഞാനും ഇത് ലൈവ് നടത്തുമ്പോൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. ഞാൻ ഈ പറയുന്നതിനകത്ത് 100 മാർക്ക് തരുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. ഞാൻ ഈ പറയുന്നതെല്ലാം അംഗീകരിക്കുന്ന വിശ്വാസമില്ല. കാരണം ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ ഇരുമ്പോലൊക്കെ അല്ല, വേണമെങ്കിൽ വിശ്വസിക്കാം,
നിങ്ങൾക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റുന്നെങ്കിൽ ജീവിച്ചു പോകാം. 20 മുതൽ അങ്ങോട്ടുള്ള യാത്രയിൽ യേശു മത്തായിയുടെ സുവിശേഷത്തിൽ യഹൂദന്മാരുടെ നാശത്തെക്കുറിച്ച് പ്രവചിക്കുന്നു, അവരെക്കുറിച്ച് ഉപമകൾ സംസാരിക്കുന്നു, അവരുടെ നാശത്തെക്കുറിച്ച് സംസാരിക്കുന്നു. വീണ്ടും 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 അത് മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയാണെങ്കിലും കല്യാണ വീടിന്റെ ഉപമയാണെങ്കിലും താലന്തിന്റെ ഉപമയാണെങ്കിലും എന്തിനേറെ പറയണം, ഉപമകൾ ഓരോന്ന് യഹൂദന്റെ വിനാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ സംസാരിക്കുന്നതിന് ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം, മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ യേശുനാഥൻ വന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അവൻ നഗരത്തിലേക്ക് മടങ്ങി ഒരു അത്തിയെ നോക്കുന്നു, വിശന്നിട്ട് അത്തിയിലേക്ക് നോക്കുന്നു. അത്തി ഫലമില്ലാത്തത് കൊണ്ട് അതിനെ ശപിക്കുന്നുണ്ട്. നമുക്കിത് കാണാൻ പറ്റും, അത്തിയെ ശപിക്കുന്നുണ്ട്. നമുക്ക് നിശ്ചയമായിട്ടും തോന്നും, കർത്താവ് ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഈ ഒരു അത്തി അത് നിശ്ചയമായിട്ടും അതിൻ്റെ കാലമല്ലെന്നറിയാം. അതായത് ഒരിക്കലും അത്തിമരത്തിൻ്റെ ഫലം കൊടുക്കുന്ന കാലമല്ലെന്നറിഞ്ഞിട്ടും അത്തിയെ ശപിക്കുകയാണ്. ശപിച്ചിട്ട് അതിനടുക്കൽ ചെന്നു, ഇലയല്ലാതെ ഒന്നും കാണായികയിൽ ഇനി അതിൽ ഒരു നാളും ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. അപ്പോൾ അത്തി ഉണങ്ങി പോകുന്നുണ്ട്. തൊട്ട് താഴെ ശിഷ്യന്മാർ അത് കണ്ടാറെ എങ്ങനെയെന്ന് പറഞ്ഞു. അപ്പം ഈ അത്തി ഉണങ്ങിയ കഥ എങ്ങനെയാണെന്ന് അവർ പറയുകയാണ്. അപ്പം യേശു പറയുന്ന വാക്ക് 21-ാമത്തെ വാക്യം, ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. തീർന്നില്ല. ഈ മലയോട്, ഇവിടെ നോക്കണം, ഈ മലയോട്, ദിസ് മൗണ്ടൻ, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 22-ാം വാക്യം കൂടെ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർക്ക് സംഭവിക്കാൻ പോകുന്ന വിനാശം, ന്യായവിധി, ഇവയെക്കുറിച്ച് ഉപമകളായിട്ടും ഉപദേശങ്ങളായിട്ടും പഠിപ്പിച്ചു വരുന്ന കർത്താവ് വരുന്ന വഴിയിൽ ഒരു അത്തിയെ നോക്കി ശപിക്കുന്നു. ഒരിക്കലും ക്രിസ്തു എന്ന സ്നേഹനിധിയായ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു സംഭവം. പക്ഷെ വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് വരാൻ പോകുന്ന വിനാശമാണ്. ഫലം കൊടുക്കാത്ത ഒരു ജാതിക്ക് നേരെ വരാൻ പോകുന്ന വിനാശം, ആ ശാപത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഒരു അത്തിയെ ശപിക്കുകയാണ്. അത്തി ക്ഷണത്തിൽ ഉണങ്ങിപ്പോകുന്നു. എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ അരികിൽ വരുമ്പോൾ അവരോട് പറയുകയാണ്, ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതിലധികവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തീർന്നിട്ടില്ല. അടുത്തൊരു പദം, ആ മരത്തോട് ചെയ്ത് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞങ്ങ് വിടുക അല്ല. അവിടെ വളരെ എംഫസൈസ് ചെയ്ത് യേശു പറയുന്ന ഒരു വാചകമാണ്, ഈ മലയോട്, ഏതെങ്കിലും ഒരു മലയോടെന്നല്ല, ഈ മലയോട്. ഇതിപ്പം നിൽക്കുമ്പോൾ സ്ഥലം ഏതാന്ന് നോക്കിയേ, യേശു ബെഥാനിയിൽ നിൽക്കുക. ബെഥാനിക്ക് അരികിലുള്ള മല, 2-3 മലകൾ അവിടെ പ്രധാനമായിട്ടുണ്ട്. എന്നാൽ മെയിനായിട്ട് യേശു പറയാണ്, ഈ മലയോട്. അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം. അപ്പൊ എങ്ങോട്ട് വരിക? യെരുശലേമിലേക്ക് വരിക. യെരുശലേമിലേക്ക് വരുന്ന വഴിയാണ്. അപ്പൊ യേശുവിന്റെ മുഖം എങ്ങോട്ടാന്ന് നോക്കി, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. യേശു യെരുശലേമിലേക്കാണ്, ടുവേർഡ്സ് ജെറുസലേം, ദ മൗണ്ടൻ ഓഫ് ജെറുസലേം. സോ വരുന്ന വഴിയിൽ പറയാണ്, ഈ അത്തിയോട് ചെയ്ത് നിങ്ങളും ചെയ്യും. ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ സംഭവിക്കും. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്ത് യാചിച്ചാലും നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനയാൽ നിങ്ങൾക്ക് ഈ മലയെ കടലിലേക്ക് ചാടിക്കാൻ പറ്റും. വാട്ട് ഇസ് ദ മീനിങ്? നമ്മളിതിനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വേർഡ് ഓഫ് ഫെയ്ത്ത് മൂവ്മെന്റിൽ ആളുകൾ, ഞാനും പറഞ്ഞിട്ടുണ്ട്. പർവ്വതമെന്ന, രോഗമെന്ന മല, കടഭാരമെന്ന മല, പ്രതിസന്ധി എന്ന മല, കുടുംബ പ്രശ്നം എന്ന മല, സാമ്പത്തിക ഞെരുക്കം എന്ന മല എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ മുഴുവൻ നമ്മൾ മലകളോട് ഉപമിച്ച് ഈ തിരുവെഴുത്തുകളെ നോക്കി കൽപ്പിച്ചാൽ പോകും എന്നാക്കുന്നുണ്ട്. ഞാനതിനെ എതിർക്കുന്നില്ല. നിങ്ങൾ ചെയ്തോ, കർത്താവിന് സ്തോത്രം. അങ്ങനെ പോകുന്നെങ്കിൽ തിരുനാമം മഹിമപ്പെടട്ടെ. കാരണം പക്ഷെ ഇവിടെ യേശു പറഞ്ഞത് എ മൗണ്ടൻ എന്നല്ല, ദിസ് മൗണ്ടൻ. കൃത്യമായിട്ട് യേശു പറയുകയാണ്, ഈ മലയോട്, ഈ മലയോട്. അപ്പൊ യേശു ഏതോ ഒരു മലയെ ഫോക്കസ് ചെയ്തിട്ട് പറയാ, ഇത് കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ സംഭവിക്കും. ഇനി നിങ്ങൾ കേൾക്കുക, 2ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ എന്താ സംഭവിച്ചത്? കത്തുന്ന വൻമല പോലെ ഒന്ന്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തീ കത്തുന്ന ഒരു മല വന്ന്, ഒരു പർവ്വതം വന്ന് കടലിൽ വീഴുന്നു.
അപ്പൊ ഇവിടെ യേശു പറഞ്ഞ വാക്ക് നോക്കിയേ, വിശ്വസിക്കാമെങ്കിൽ, പ്രാർത്ഥിക്കാമെങ്കിൽ, യാചിക്കാമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിങ്ങളുടെ നിലവിളിക്കും അഭയാചനയ്ക്കും ഉത്തരമായി ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ ആ മല കടലിൽ ചാടിപ്പോകും. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ മല പോകുന്നത് പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. അപ്പൊ പ്രാർത്ഥനയുടെ റിസൾട്ടിലാണ് ഈ മല പർവ്വതത്തിലേക്ക് ചാടിപ്പോകാൻ പോകുന്നത്. നമ്മൾ നോക്കിക്കേ, ഈ രണ്ടാമത്തെ ദൂതൻ ഊതുമ്പോഴും ഒരു മലയാണ് വന്ന് കടലിൽ വീഴുന്നത്, മറ്റൊന്നുമല്ല. ദിസ് മൗണ്ടൻ, കത്തുന്ന ഒരു തീ കത്തുന്ന ഒരു മൗണ്ടൻ വന്ന് കടലിൽ വീഴുകയാണ്. എങ്ങനെയാ ഇത് വീഴുന്നെന്ന് നോക്കിക്കേ. 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 6ാം മുദ്ര മുതൽ 5ാം മുദ്രയിൽ ദൈവാലയത്തിന്റെ യാഗപീഠത്തിന്റെ ചുവട്ടിൽ നിലവിളിക്കുന്ന ദൈവത്തിന്റെ ഭൃത്യന്മാരുടെ പ്രാർത്ഥന. 8ാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈ പ്രാർത്ഥന വീണ്ടും ഉയരുകയാണ്. ഈ പ്രാർത്ഥന എന്ന ധൂപവർഗം ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. ആ ധൂപത്തിനകത്തിടുവാൻ ധാരാളം ധൂപവർഗം ദൂതന് ലഭിക്കുന്നു. ആ തീക്കനൽ, യാഗപീഠത്തിലെ തീക്കനലിൽ ഈ ധൂപവർഗം ഇട്ട പ്രാർത്ഥന എന്ന ധൂപവർഗം എടുത്ത് ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നു. ഭൂമിയിലേക്ക് ആ പ്രാർത്ഥനയുടെ ധൂപവർഗം വലിച്ചെറിയുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ കാഹളമൂതുന്നു. ആ കാഹളമൂതുന്നതിന്റെ റീസൺ പ്രാർത്ഥനയുടെ ധൂപവർഗം ഭൂമിയിലേക്ക് വീഴുന്നതാണ്. അപ്പൊ പ്രാർത്ഥനയുടെ ധൂപവർഗത്തിന്റെ റിസൾട്ടാണ് ഓരോ കാഹളവും. അങ്ങനെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് മാഞ്ഞുപോയ, പറഞ്ഞു വന്ന് കടലിൽ വീണ പർവ്വതം മറ്റൊന്നുമല്ല. നഗരത്തിലേക്ക് പോകുമ്പോൾ യേശു ഏത് പർവ്വതത്തെ നോക്കിയാണോ ഇത് കടലിലേക്ക് ചാടിപ്പോകാന്ന് പറയാൻ പ്രാർത്ഥിച്ചാൽ സംഭവിക്കുമെന്ന് പറഞ്ഞത്, അത് തന്നെയാണ് സംഭവിച്ചത്. ഇത് മറ്റൊന്നുമല്ല, പിന്നെന്താണ്? ഉത്തംഗഗിരിയായ സിയോൻ പർവ്വതം, ഈ മഹാപർവ്വതം, യെരൂശലേം എന്ന് പറയുന്ന ഈ പർവ്വതം, യെരൂശലേം നഗരമെന്ന് പറയുന്ന ഈ പർവ്വതം, പർവ്വതങ്ങളുടെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന 7 പർവ്വതങ്ങളുടെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ മഹാപട്ടണം ന്യായവിധിയുടെ തീയിൽ വന്നു വീഴുകയാ സമുദ്രത്തിലേക്ക്. സമുദ്രത്തിലേക്ക് വന്ന് വീഴുകയാ. സമുദ്രം എപ്പോഴും ജാതികളുടെ ഇടയിലാണ്. ജാതികളുടെ ഇടയിലേക്ക് ഇത് വന്ന് വീഴുക. എപ്പോഴും സമുദ്രം കൊണ്ട് അർത്ഥമാക്കുന്നത് ജെന്റായിൽ. അപ്പൊ യെരൂശലേം എന്ന് പറയുന്ന പട്ടണം ദൈവദൂതന്റെ 2ാം കാഹളധ്വനിയുടെ മുമ്പിൽ കടലിൽ വന്നു വീഴുന്ന ചിത്രമാണ് ഈ കാണുന്നത്. യേശു പറഞ്ഞതുപോലെ വിശ്വാസത്തോടെ നിങ്ങൾ കൽപ്പിച്ചാൽ, ഈ മലയോട് നിങ്ങൾ കൽപ്പിച്ചാൽ ഇത് കടലിൽ പോയി വീഴുമെന്ന് പറഞ്ഞതുപോലെ. അപ്പൊ യെരൂശലേം എന്ന് പറയുന്ന മഹാനഗരത്തിന്റെ അധംപതനമാണ് 2ാമത്തെ കാഹളധ്വനിയിൽ മുഴങ്ങിക്കേൾക്കുന്നത്. അപ്പൊ ഇവിടെ ഇനിയും നമ്മൾ ഇതിനൊക്കെ ഒത്തിരി വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തോ ഒരു തീ വന്ന് അതിന് ന്യൂക്ലിയർ ബോംബാണെന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ന്യൂക്ലിയർ ബോംബ് വന്ന് സമുദ്രത്തിൽ വീഴും, അങ്ങനെ സമുദ്രത്തിലുള്ള സകല മത്സ്യങ്ങളും ചത്തുപോകും, കപ്പലുകൾക്കെല്ലാം ഛേദം ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഈ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. കാരണം പ്രാർത്ഥനയാൽ ഈ മല മല എന്നല്ല പറഞ്ഞത്, ദിസ് മൗണ്ടൻ, നോട്ട് എ മൗണ്ടൻ. നമ്മുടെ പ്രോബ്ലം എന്ന മൗണ്ടനിൽ ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് യുവർ പ്രോബ്ലം, ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് യുവർ പോവർട്ടി, യുവർ ഡെപ്റ്റ്, യുവർ സിക്നസ്. It's talking about this mountain. That mountain is Jerusalem. Jerusalem itself. യെരൂശലേമിനെ വിശുദ്ധ തിരുവെഴുത്തിൽ പല സ്ഥലങ്ങളിൽ പർവ്വതങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. നമ്മളതിനെ ആധാരമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്യം വായിക്കാം. ഇവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുമ്പോൾ ദൈവം ഇവരോട് പറയുന്ന ഒരു കാര്യം, അതായത് യെരൂശലേമിനെ, ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുമ്പോൾ പറയുന്ന 15ാമത്തെ അധ്യായം വായിക്കണം. പുറപ്പാട് പുസ്തകം 15ന്റെ 17ാം വാക്യം ഇങ്ങനെയാണ്. മിസ്രയീമിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുമ്പോൾ അവർ ചെങ്കടൽ കടന്ന ശേഷം ഒരു പാട്ട് പാടുന്നുണ്ട്. മിരിയാമിന്റെ പാട്ട് ഇങ്ങനെയാണ്: നീ അവരെ കൊണ്ടുവന്നു തിരുനിവാസത്തിന് ഒരുക്കിയ സ്ഥാനത്ത് യഹോവേ നിൻ അവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് എവിടെ നട്ടെന്നാണ്? നിന്റെ അവകാശ പർവ്വതത്തിൽ. സോ പർവ്വതം എന്ന് പറയുന്നത് യെരൂശലേമിന്റെ പട്ടണത്തെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ പർവ്വതം എന്ന് അനുമാനിക്കുന്നത് യെരൂശലേം എന്ന് പറയുന്ന നഗരമാണ്. യെരൂശലേം ഇസ്രായേൽ മക്കളെ നോക്കി പറയുക, 40 ലക്ഷം വരുന്ന ഇസ്രായേലിനെ നോക്കിയിട്ട് പറയുക, നിങ്ങളെ ഞാൻ
എൻ്റെ അവകാശ പർവ്വതത്തിൽ നട്ടിരിക്കുന്നു. നിങ്ങൾ പറ്റുമെങ്കിൽ വായിച്ചോ, സങ്കീർത്തനം 48:11 സിയോൻ പർവ്വതം എന്നാണ് ഇസ്രായേലിനെ വിളിക്കുന്നത്. 74:2 സിയോൻ പർവ്വതം എന്ന് വിളിക്കുന്നു. സങ്കീർത്തനം 125:1 ഇങ്ങനെയാ പറഞ്ഞത്, സിയോൻ പർവ്വതം പോലെ കുലുങ്ങാത്ത പർവ്വതം എന്ന് പറയുന്നു. യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിൽ സിയോൻ പർവ്വതം എന്ന് പറയുന്നു. സിയോനിൽ കാഹളമൂതുവിന്ന് 2:1 വായിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 29:8 സിയോൻ എന്ന് യെരുശലേമിനെ വിളിക്കുന്നുണ്ട്. അതായത് യെരുശലേം എന്ന നഗരത്തെ സിയോൻ പർവ്വതം എന്ന് വിളിക്കുന്നുണ്ട്. യെശയ്യാവ് 24:23 സിയോൻ പർവ്വതം എന്ന് വിളിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ സിയോൻ, ഞാൻ റെഫറൻസ് വായിക്കാതെ പറഞ്ഞങ്ങ് പോകുന്നേ ഉള്ളൂ, 8:18 സിയോൻ പർവ്വതം എന്ന് വിളിക്കുന്നുണ്ട്. യെശയ്യാവിൽ ഇത് ധാരാളം സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യെശയ്യാവിന്റെ പ്രവചനത്തിൽ, സെക്കറിയാവിന്റെ പ്രവചനങ്ങളിൽ യെരുശലേമിനെ ദൈവം സംസാരിക്കുമ്പോൾ സിയോൻ പർവ്വതം, സിയോൻ പർവ്വതം, ഇസ്രായേൽ മക്കളെ ഒരുമിച്ച് വിളിക്കുന്ന പേര് സിയോന്റെ പുത്രിമാരെ എന്നാണ് വിളിക്കുന്നത്. എവിടെ കൊണ്ടാണ് അവരെ നട്ടതെന്നാ പറയുന്നത്? നിന്റെ അവകാശ ഭൂമിയിൽ അവരെ നട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ യെരുശലേമിനെയാണ് ഈ വൻമലയോട് ഉപമിക്കുന്നത്. ഈ വൻമല, ഈ മഹാപർവ്വതം യെരുശലേമും അതിൻ്റെ നിവാസികളുമാണ്. അപ്പൊ യെരുശലേമും അതിൻ്റെ നിവാസികളുമുള്ള ഈ മഹാപർവ്വതം, ഈ മഹാപർവ്വതം എവിടേക്കാണ് ഇപ്പോൾ വീഴുന്നത്? കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് യേശു കർത്താവ് പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലും ഇതിന് ആധാരമായിട്ടൊരു വാക്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം, അതായത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ പാരലായിട്ട് കൊടുക്കുക. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. അവിടെയും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളിൽ ആരെങ്കിലും നിന്റെ ഹൃദയത്തെ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ദീസ് മൗണ്ടൻ, വാട്ട് ഈസ് ദാറ്റ് മൗണ്ടൻ? അവിടെ അത്തിയെ ഉപമിക്കുക, അത്തിയുടെ നാശം. അത്തി ശപിക്കപ്പെട്ട് ഉണങ്ങിയപ്പോഴാണ്, ആ അത്തിയാണ് കോണ്ടെക്സ്റ്റ്. അവിടെ രോഗവും ഭൂതമൊന്നുമല്ല, ഒരാവശ്യമല്ല. ഈ മൗണ്ടൻ ഇവിടെ യേശു പറഞ്ഞേക്കുന്നത് നിശ്ചയമായിട്ടും യേശുനാഥന്റെ മുമ്പിലുള്ള മൗണ്ടനാണ്. നിർബന്ധമായിട്ടും നാം വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ആ മൗണ്ടൻ മറ്റൊന്നുമല്ല, യെരുശലേമാണ്. ഈ പ്രൊഫറ്റിക്കലി ഈ മലയോട് നീങ്ങി നീ കടലിലേക്ക് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. സത്യത്തിൽ ഇത് എന്താ ഉദ്ദേശിച്ചത്? യെരുശലേമേ, മഹാപർവ്വതമേ, നീ ഒരു ദിവസം കടലിൽ പോകും. ആര് കൽപ്പിക്കും? വിശുദ്ധന്മാര് കൽപ്പിക്കും. ആര് പ്രാർത്ഥിക്കും? വിശുദ്ധന്മാര് പ്രാർത്ഥിക്കും. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും അടയാളമായി മഹാപർവ്വതമേ നീ കടലിൽ പോകും എന്ന് യേശു പല ഇവരോട് പറയുകയാണ്. AD 70 എന്താ സംഭവിച്ചത്? ഈ മഹാപർവ്വതത്തെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളയുകയാണ്. കൃത്യമായിട്ട് ഇത് മറ്റൊന്നുമല്ല, യെരുശലേമിന് സംഭവിക്കാൻ പോകുന്ന വിനാശം തന്നെയാണ്. അത് പ്രാർത്ഥനയുടെ മറുപടി. നോക്കി എന്ത് ക്ലിയറാന്ന് നോക്കിയേ. കൽപ്പിക്കുകയും വിശ്വാസവും മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, 24-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. അപ്പൊ ഈ പർവ്വതം കടലിലേക്ക് ചാടിപ്പോകാൻ പോകുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ പ്രയർ. This is what happened in the book of Revelation chapter 6. 6-ൽ എന്താ സംഭവിച്ചത്? The saints, the martyrs, the blood of the saints is crying out to God. ദൈവത്തോട് നിലവിളിക്കുക, Lord, നീ റിവഞ്ച്, നീ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ദൂതൻ പറയുന്നു, വെയിറ്റ് somebody, കുറച്ചുപേരും കൂടെ വരാനുണ്ട്. കരയുന്നവർക്ക് ഉടുപ്പ് കൊടുത്തു. 7-ാം അധ്യായത്തിൽ നമ്മൾ ആ ഉടുപ്പ് ധരിച്ചവരെ കാണുന്നു, മഹാകഷ്ടത്തിൽ വന്നവർ. 8-ാം അധ്യായത്തിൽ ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിൽ ധൂപം കൂടെ കലത്തി ഈ ധൂപകലശം എടുത്ത് ഭൂമിയിലെറി. അപ്പൊ പ്രാർത്ഥനയുടെ ധൂപകലശം ആ ഭൂമിയിലേക്ക് എറിഞ്ഞത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു കാലത്ത് പ്രാർത്ഥന പോസിറ്റീവായിരുന്നു ഇസ്രായേലിനെങ്കിൽ ഇപ്പോൾ അതേ പ്രാർത്ഥന അവർക്ക് നെഗറ്റീവായി. ഒരു കാലത്ത് കാഹളം ധ്വനിച്ചപ്പോൾ അവർ ജയാളികളായി മാറിയെങ്കിൽ ഇപ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ ആ പട്ടണം താഴെ വീഴുകയാണ്. 7 പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ എങ്ങനെയാണോ എരിഹോ പട്ടണം താഴെ വീണത്, അതുപോലെ തന്നെ അതേ പിക്ചറിൽ 7 ദൂതന്മാരുടെ കാഹളധ്വനിയുടെ മുമ്പിൽ യെരുശലേം എന്ന മഹാപട്ടണം താഴെ വീഴാൻ പോവുകയാണ്. 2-ാമത്തെ ദൂതൻ ഊതുമ്പോൾ കാണുന്ന കാഴ്ച യെരുശലേം എന്ന് പറയുന്ന പട്ടണം, ആ മല, വൻമല
നിശ്ചയമായിട്ടും യേശു പറഞ്ഞതുപോലെ നിങ്ങൾ വായ തുറന്ന് കൽപ്പിച്ചാൽ ഇത് സമുദ്രത്തിലേക്ക് ചാടിപ്പോകാമെന്ന് പറഞ്ഞാൽ സംഭവിക്കും. നിങ്ങളുടെ പ്രാർത്ഥന സംഭവിക്കും. ഇറ്റ്സ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ദ പ്രേയേഴ്സ് ഓഫ് ദ മാർട്ടിയേഴ്സ്. ഹാബേലിന്റെ രക്തം മുതൽ ബെറഖ്യാവിന്റെ മകനായ സക്കറിയാവിന്റെ രക്തം മുതൽ ഈ തലമുറയോട് ചോദിക്കും ആ രക്തത്തിന്റെ നിലവിളി, കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ മറുപടി, രക്തസാക്ഷികളുടെ നിലവിളി. പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും കൊന്നതാരാണ്? എല്ലാ അപ്പോസ്തലന്മാരുടെയും സകല പ്രവാചകന്മാരുടെയും രക്തം കിടക്കുന്ന ലോകത്തിലെ ഏക പട്ടണം യെരൂശലേം മാത്രമാണ്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, യെരൂശലേമിന് പുറത്ത് ഒരു പ്രവാചകനും കൊല്ലപ്പെടത്തില്ല. പോസിബിൾ അല്ല. എല്ലാ പ്രവാചകന്മാരുടെയും രക്തം കുടിച്ചത് യെരൂശലേമാണ്. എല്ലാ അപ്പോസ്തലന്മാരുടെയും മരണത്തിന്റെ കാരണക്കാർ അതെ നിശ്ചയമായിട്ടും യെരൂശലേമാണ്, ഇസ്രായേൽ മാത്രമാണ്. അവരോട് ദൈവം പ്രതികാരം ചെയ്യുകയാണ്. ആ പ്രതികാരത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് ഈ വന്മല. മത്തായിയുടെ സുവിശേഷം 21 യേശു പറഞ്ഞതുപോലെ ഇത് ചാടിപ്പോകാന്ന് പറഞ്ഞ പ്രാർത്ഥനയാൽ സംഭവിക്കും. സംഭവിച്ചു പ്രിയരെ, സംഭവിച്ചു. യെരൂശലേം എന്ന വന്മല സമുദ്രത്തിലേക്ക് വന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ കാണുന്നത്. രണ്ടാമത്തെ ദൂതൻ അങ്ങോട്ട് ഊതുമ്പോഴേ ഈ വന്മല താഴെ പോയി വീഴുകയാ, വെള്ളത്തിൽ വീഴുകയാ. ഈ വിഷയങ്ങൾ ഒത്തിരി നിങ്ങൾക്ക് വീണ്ടും പഠിക്കണം. ജെരമ്യാവിന്റെ പുസ്തകത്തിലൊക്കെ ഒരുപാട് ബാബേലിനെ കുറിച്ച് പറയുന്നുണ്ട്. വിനാശപർവ്വതമേ, ആരാ? ബാബേൽ എന്ന പട്ടണത്തെ, ബാബേൽ എന്ന സാമ്രാജ്യത്തെ വിളിക്കുന്നത് അറിയോ? വിനാശ പട്ടണമെന്ന്. ഗവൺമെന്റ് അതിന്റെ സിസ്റ്റത്തെയും ഗവൺമെന്റിനെയും അല്ലെങ്കിൽ ആ രാജ്യം ഉൾപ്പെട്ട് നിൽക്കുന്ന സിസ്റ്റത്തെ, ആ രാജ്യത്തിന്റെ ഗവൺമെന്റിനെ, ആ രാജ്യത്തിന്റെ ഭരണത്തെയാണ് സത്യത്തിൽ മൗണ്ടൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ദൈവരാജ്യത്തിന്റെ പഠനത്തിനകത്ത് കൃത്യമായിട്ട് 7 മൗണ്ടൻസ് പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പം തൽക്കാലം എടുക്കുന്നില്ല. 7 മൗണ്ടൻസ്. മീഡിയ ഒരു മൗണ്ടനാണ്, എന്റർടൈൻമെന്റ് ഒരു മൗണ്ടനാണ്, സ്പോർട്സ് ഒരു മൗണ്ടനാണ്, ഫാമിലി ഒരു മൗണ്ടനാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം മൗണ്ടനാണ്. 7 മൗണ്ടൻസ് ഉണ്ട് ഈ ഭൂമിയിൽ. ഈ മൗണ്ടൻസിന്റെ എല്ലാം മുകളിൽ ദൈവരാജ്യത്തിന്റെ ഡൊമിനേഷൻ വരും. ഇവിടുത്തെ എക്കണോമിക്കൽ വേൾഡിന്റെ മുകളിൽ കിങ്ഡം പീപ്പിൾ വരും. ഇവിടുത്തെ പൊളിറ്റിക്കൽ മൗണ്ടൻസിന്റെ മുകളിൽ ദൈവരാജ്യത്തിന്റെ ആളുകൾ എത്തും. ഇവിടുത്തെ ഫിലിം ഇൻഡസ്ട്രി, എന്റർടൈൻമെന്റ്, ഹോളിവുഡ് പോലുള്ള വലിയ എന്റർടൈൻമെന്റിന്റെ മുകളിൽ കിങ്ഡം പീപ്പിൾ വിൽ ദെയർ. സ്പോർട്സിന്റെ മുകളിൽ കിങ്ഡത്തിന്റെ ജനം എത്തും, കിങ്ഡം സിറ്റിസൺസ് എത്തും. അങ്ങനെ ലോകത്തിന്റെ ഈ വൻമലകൾ എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റവും ഒരു ഗവേണിംഗ് ബോഡിയാണ്. അപ്പൊ നോക്കിക്കേ, ഈ മല വീഴുക എന്ന് പറഞ്ഞാൽ യെരൂശലേമിന്റെ മുഴുവൻ സിസ്റ്റവും, ഗവൺമെന്റ് സിസ്റ്റം മൊത്തം കടലിൽ വന്ന് വീഴുകയാണ്. കടൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒത്തിനും ജാതികൾ, സാധാരണ ജനം, നോർമൽ പീപ്പിൾ, ഇവരുടെ ഇടയിലേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ യെരൂശലേമിന്റെ നിവാസിയെ നിന്നെ എടുത്ത് ദൈവം ജാതികളുടെ ഇടയിൽ ചെതറിച്ച് കളയാൻ പോവാം. ഇനി നീ ഇവിടെ കിടന്ന് വിളയണ്ട, നിന്റെ കാര്യം തീർന്നു എന്നാണ് സത്യത്തിൽ ഈ മൗണ്ടനെ കുറിച്ചുള്ള ഈ യഥാർത്ഥ സത്യം നിങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കിത് ഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിനപ്പുറത്തൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അപ്പോസ്റ്ററ്റ് മൗണ്ടൻ, അപ്പോസ്റ്ററ്റ് ദൈവത്തെ തിരസ്കരിച്ച മൗണ്ടൻ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഈ ജെറുസലേം എന്ന് പറയുന്നത് വിശുദ്ധ നഗരമെന്ന് ഞാൻ എപ്പോഴും എല്ലാ ലൈവിലും ഞാൻ പറഞ്ഞു. യെരൂശലേം ഒരു വിശുദ്ധ നഗരമല്ല. യെരൂശലേമിനെ മലയാളികളാണ് വിശുദ്ധ നഗരമാക്കിയത്. ഇത് ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും, കലി വരും, ഇതെല്ലാം കള്ള വന്ന. ഞാൻ വീണ്ടും പറയുന്നു, ഇവർ പറയുന്ന എസ്കറ്റോളജി ഒന്നും നടക്കത്തില്ല. എല്ലാം ചീറ്റും, മുഴുവൻ ചീറ്റും. നടക്കത്തില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല, സംഭവിക്കത്തില്ല. കാരണം കൃത്യമായിട്ട് ഈ എസ്കറ്റോളജി, കവനന്റ് എസ്കറ്റോളജിയാണ് യഹൂദനോടുള്ള വിഷയത്തിൽ സംസാരിച്ചത്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ കാഹളം ഊതുമ്പോൾ പട്ടണം വീണം. അല്ലാതെ ഇത് നമ്മുടെ ആളുകൾ, ഞാൻ കേട്ടിട്ടുള്ളത് തന്നെ, ഈ ഒരു മല വന്ന് വീണു, ആ മല ഇങ്ങോട്ട് വന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞപ്പോൾ സമുദ്രത്തിൽ വന്നു. അപ്പോൾ അത് ന്യൂക്ലിയർ ബോംബ് ഭൂമി വന്ന് വീഴുക. എൻ്റെ സഹോദരന്മാർ, ഇനി അതൊന്നും നടക്കത്തില്ല. കാരണം ഇനി ഒരു ബോംബാക്രമണവും ഭൂമിയിൽ ഉണ്ടാവത്തില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ന്യൂക്ലിയർ ബോംബും ആരും ഉപയോഗിക്കത്തില്ല, ഒരു ആറ്റം ബോംബും ആരും ഉപയോഗിക്കത്തില്ല. കാരണം ഈ ലോകത്തിൻ്റെ ഗ്രിപ്പ്, ഈ ലോകത്തിൻ്റെ അധികാരത്തിൻ്റെ മേൽ സർവാധികാരിയായ ദൈവരാജ്യം തൻ്റെ ഗ്രിപ്പ് വന്ന് തുടങ്ങി. ദൈവരാജ്യം ഇതിനെ പിടിക്കാൻ തുടങ്ങിയാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാണെങ്കിലും, ലോകത്തിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയാണെങ്കിലും അവൻ്റെയൊക്കെ വീട്ടിനകത്തിട്ട് പൊട്ടിക്കുന്നതല്ലാതെ ഇത് ഇടത്തില്ല, ഇത് സംഭവിക്കത്തില്ല. ഇനി 3-ാം ലോക മഹായുദ്ധം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മതി.
അത് കുറച്ച് മതത്തിൻ്റെ ആളുകളുടെ ആഗ്രഹമാണ്. മതത്തിൻ്റെ, ഞാനിത് നിങ്ങളെ ഒന്ന് പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കും, മതത്തിൻ്റെ ആഗ്രഹം നാശമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഭൂമിയിൽ ഏതെങ്കിലും ഒരാൾ ലോകാവസാനം എന്ന് പറയുന്നത്, ലോകാവസാനം എന്ന് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങി വന്നവനാണ്. മതങ്ങൾ മാത്രമേ മനുഷ്യനാശിയുടെ വിനാശം പറയത്തുള്ളൂ. കാരണം മതങ്ങളുടെ നിലനിൽപ്പ് ഭാവിയിലുള്ള സംഭവങ്ങളുടെ ഭയാനകമായ ചിത്രമാണ്. ക്രിസ്ത്യാനിത്വവും നിലനിൽക്കുന്നത് ഈ ഭയാനകമായ ഫെയറി ടെല് പറഞ്ഞുകൊണ്ട്, ഈ ഹൊറർ മൂവി പ്രദർശിപ്പിച്ചിട്ടാണ് ക്രിസ്ത്യാനിത്വം ഇന്ന് നിലനിൽക്കുന്നത്. സുവിശേഷ നിമിത്തം ജീവനും അക്ഷയതയുമാണ് പ്രസംഗിക്കുന്നില്ലേ? ജീവനും അക്ഷയതയും പ്രസംഗിക്കേണ്ട സ്ഥലത്ത് നരകവും സ്വർഗവുമാണ് പ്രസംഗിക്കുന്നത്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. അപ്പൊ ജീവന്റെ പ്രമാണം എനിക്ക് മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യവും പാപത്തിന് സ്വാതന്ത്ര്യം, ഇതാണ് എനിക്ക് കിട്ടേണ്ട സ്ഥലം. പക്ഷെ ഇവിടെ നമുക്കോ ഹെവനും ഹെല്ലുമാണ് കൊണ്ടുവച്ചേക്കുന്നത്. ഇത് മുഴുവൻ കറപ്റ്റഡ് ആണ്. ക്രിസ്ത്യാനിറ്റി കറപ്റ്റഡ്. ഇത് വിശ്വസിക്കാൻ സന്ദേശങ്ങളാണ് ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത്. അപ്പൊ ഇതിനെ ഞാൻ യാതൊരു ദാക്ഷിണ്യമില്ലാതെ കളയുക. കാരണം കള്ളങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കരുത്. ആറ്റം ബോംബ് വന്ന് കടലിൽ വീഴുമെന്ന് വീഴും. ആരെന്നറിയാമോ? ഈ പ്രാസംഗികന്മാരുടെ ആരെങ്കിലും ഒരാൾ ഇതുപോലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ തലവന്മാരായാൽ ആ ഭ്രാന്തൻ അത് ചെയ്യും. ഒന്നുകൂടെ പറയാം, ഇതിൽ ഏതെങ്കിലും ഒരു മതഭ്രാന്തൻ, പ്രത്യേകിച്ച് ഈ അന്ത്യകാല ശാസ്ത്രം പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു മതഭ്രാന്തൻ ഇതുപോലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അധികാരിയായാൽ നിശ്ചയമായിട്ടും ആ ഭ്രാന്തൻ വല്ല ആറ്റം ബോംബ് കൊണ്ടിടും. 100% അവൻ ചെയ്യും. അല്ലാതെ ഒരാളും ചെയ്യില്ല. സത്യം കൃത്യം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ആളുകളെ ഞാൻ ആക്ഷേപിക്കാൻ പറഞ്ഞില്ല. കാരണം ഞാൻ എൻ്റെ കൊച്ചു കാലത്ത് കേട്ടതിങ്ങനെയാണ്. വന്മല പോലെ ഒന്ന് ഭൂമി വന്ന് വീണു, ഭൂമിയിലെ സകല മത്സ്യങ്ങൾ. അപ്പം ഞാൻ ഈ ഭൂമി എന്നൊക്കെ കേൾക്കുമ്പോൾ ഉടനെ ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഇത് വീഴുന്നത്? എന്താ ഭൂമി? വെളിപ്പാട് പുസ്തകത്തിൽ ഭൂമി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന ഒറ്റ അർത്ഥം, ലാൻഡ്. ദാറ്റ് ഈസ് ജൂയിഷ് ലാൻഡ്, ജെറൂഷലേം, ഇസ്രായേലിന്റെ നാട്. അത്രേ ഉള്ളൂ. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ലോകത്തിനും സാക്ഷിയായിട്ട് പ്രസംഗിക്കപ്പെടും. സകല ലോകത്തിനും പ്രസംഗിക്കപ്പെടുന്ന കൊലോസിലെന്ന് എഴുതിയിരിക്കുന്നു. കൊലോസിലെന്ന് വായിച്ചിട്ടില്ലേ? ഭൂമിയുടെ കീഴിലുള്ള സകല ലോകത്തിലും ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അവസാനം വരുമെന്നാണ്. ശരിയാ, യഹൂദനും അവന്റെ ലാൻഡിലും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ ഒരു പട്ടണം കൈക്കൊണ്ടില്ലെങ്കിൽ അതിനെ വിട്ടിട്ട് കാലിൽ പൊടി തട്ടിയിട്ട് പൊയ്ക്കോ, മനുഷ്യപുത്രം വരുവോളം. ഇതൊക്കെ ഞാൻ ഇവിടുത്തെ വലിയ എസ്കറ്റോളജിസ്റ്റോട് ചോദിച്ചതാണ്. മനുഷ്യപുത്രം വരുവോളം നിങ്ങൾ യെരൂശലേമിന്റെ പട്ടണങ്ങളെ ചുറ്റിത്തിരിയില്ല. നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞാൻ ഈ പറയുന്നത് ഇവിടുത്തെ വലിയ അച്ചച്ചന്മാരോട് ചോദിച്ചു നോക്ക്. യെരൂശലേമിന്റെ അവരതിനെ ട്വിസ്റ്റ് ചെയ്ത് കുളമാക്കി ആനയാക്കി ഇങ്ങനെ ഇട്ട് ന്യൂഡിൽ പോലെ ആക്കും. എന്നിട്ട് നിങ്ങളോട് പറയും മുയലിന് വഴി കാണിക്കും. മനസ്സിലായി? ഇവർ ഈ തിയോളജി വെച്ചിട്ട് ഇങ്ങനെ കുരുക്കിയിട്ട് പറയും ഇനി നിങ്ങൾ വഴി കണ്ടെത്താൻ. ഞാൻ ഇവർ ഈ തിയോളജി ഇട്ട് കുരുക്കും. ഞാൻ സിമ്പിളായിട്ട് ആ പറയുക, ഒരു കുരുക്കും ഇല്ലാതെ പറയുക. നിങ്ങൾ യെരൂശലേമിന്റെ പട്ടണത്തിൽ പോയി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം പറയുമ്പോൾ നിങ്ങളെ തട്ടിക്കളഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞാൽ കാലിലെ പൊടി തട്ടിയിട്ട് പൊയ്ക്കോ, മനുഷ്യപുത്രം വരുവോളം നിങ്ങൾ യെരൂശലേമിന്റെ പട്ടണങ്ങളെ ചുറ്റി തീരത്തില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം 2000 years ആയിട്ട് തീർന്നില്ലെന്നാണോ? ഈ കൊട്ടാരക്കരക്കാരൻ ടിനുവും ഈ അച്ചങ്കുഞ്ഞി ലന്തൂരും ഇവിടുത്തെ തന്നെ ഇഷ്ടം പോലെ ലൈവ് സഹോദരന്മാരെല്ലാം തന്നെ യെരൂശലേമിൽ കയറി ഇറങ്ങി നിരങ്ങുക. അമ്മമാർ പോകാത്ത പട്ടണമില്ല. അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് അങ്ങ് ഇങ്ങനെ രോമം ഇങ്ങനെ എഴുന്നേക്കുക യെരൂശലേമിൽ ചെല്ലുമ്പോൾ. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ അവിടുത്തെ മണ്ണൊക്കെ വാരി അങ്ങ് തിന്നുക. ഇതുപോലൊരു മ്ലേച്ഛത പിടിച്ച രാജ്യം ഭൂമിയിൽ അറിയാമോ നിങ്ങൾക്ക്? അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനെ കൊല ചെയ്ത നാടാണ്. അതിനെ നശിപ്പിക്കുമെന്ന കർത്താവ് പറഞ്ഞത്. അതിന്റെ നാശമാണ് യേശു പ്രവചിച്ചത്. ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കണം. അല്ലാതെ നിങ്ങൾ യെരൂശലേമിനെയും ഇപ്പോഴും യെരൂശലേമിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു ബൈബിൾ എഴുതി, യെരൂശലേമിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഞാൻ പറഞ്ഞു നിശ്ചയമായിട്ടും ഞാൻ യെരൂശലേമിന് വേണ്ടി. എന്തിനാ ഇത് സംഭവം? എന്താ ഇതിന്റെ കാര്യം? എന്തുകൊണ്ട് ഈ മല പറഞ്ഞു പോകണം? വാട്ട് പർപ്പസ്? എന്ത് കാരണം? എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ട് യെരൂശലേം എന്ന മല പറഞ്ഞു ഓടണം? ഒറ്റ റീസൺ.
ആ മൗണ്ടൻ റീപ്ലേസ് ചെയ്യാൻ പോവുക. യെരുശലേമിനെ റീപ്ലേസ് ചെയ്ത്, ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, കൈ തൊടാത്തൊരു കല്ല്, ഒരു കല്ല് ഭൂമിയിലേക്ക് വന്ന് ദാനിയേൽ കണ്ട ബിംബത്തിന്റെ കാലിൽ വന്ന് വീഴുന്നു. അതിനെക്കുറിച്ച് വിശദീകരണം ഞാൻ പിന്നെ തരാം. ആ കാലിൽ 10 വിരൽ ഇരുമ്പും കളി ആ ഭാഗത്ത് വീണതിനെ പൊട്ടിക്കുന്നു. ആ സാമ്രാജ്യങ്ങൾ പൊടിഞ്ഞു പോകുന്നു. ആ കൈ തൊടാതെ വന്ന കല്ല്, അല്ലെങ്കിൽ കയ്യിൽ ഒതുങ്ങുന്ന ആ കല്ല് ഒരു വൻ പർവ്വതമായി മാറി. അപ്പൊ നിലവിലുള്ള ഒരു പർവ്വതം, ദൈവത്തിന്റെ സിയോൻ പർവ്വതം, ദൈവം വസിക്കുന്ന പർവ്വതം എന്ന് പറയുന്ന പർവ്വതം കടലിൽ പോയാലേ ദൈവത്തിന്റെ നശിക്കാത്ത നിത്യപർവ്വതമായ പുത്തൻ യെരൂശലേം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാൻ പറ്റൂ. പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നീക്കം വരേണ്ടതിന്, എക്സ്പയർ ആയി പോകേണ്ടതുണ്ട്, ഒബ്സിലിയേറ്റഡ് ആകേണ്ടതുണ്ട്. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഇങ്ങനെ എബ്രായ ലേഖനത്തിൽ പഴകിയത് നീങ്ങിപ്പോകണം, പോക മാത്രമേ, മുൻകൂടാരം നീങ്ങിപ്പോകാത്തിടത്തോളം കാലം. അപ്പൊ ഈ യെരൂശലേം എന്ന പർവ്വതം കടലിൽ പോയാലേ പുത്തൻ യെരൂശലേമിന്റെ പണി തുടങ്ങത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ തനിമ വെളിപ്പെടാൻ പോകുന്നത് ഈ പർവ്വതം അവസാനിക്കുമ്പോൾ. അതുകൊണ്ട് ഈ കാഹളധ്വനി ഊതുമ്പോൾ ഈ പർവ്വതം കടലിൽ പോകണം. ഈ പർവ്വതം പോയാലേ കൈപ്പണിയല്ലാത്ത ദൈവരാജ്യത്തിന്റെ പർവ്വതത്തിന് ഈ ഭൂമിയിൽ വളരാൻ പറ്റത്തുള്ളൂ. എൻ്റെ സഹോദരന്മാരെ, എത്ര മനോഹരമായിട്ടാണ് യേശു അത് ചെയ്ത്. 2000 years ആയിട്ട് ഈ രാജ്യം വളരുക. ഇന്ന് ദൈവരാജ്യമില്ലാത്ത സ്ഥലമേതാ? നമ്മൾ ഈ ദൈവരാജ്യത്തിന്റെ ചിന്തയിൽ നിന്ന് സഭ, ആരാധന, പ്രാർത്ഥന, റാപ്ചർ, ഇപ്പൊ തന്നെ എല്ലാം ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇപ്പൊ യേശു വരും, എടാ ചെറുക്കാ, ചുമ്മാതെ നീയൊക്കെ സമയം കളയാതിരി. യേശു വരും, യേശു വരും. നിന്റെ ജോലി അതല്ല, നിന്റെ ജോലി കർത്താവിന്റെ രാജ്യമാണ്. ഞാൻ ഈ ഇടയ്ക്കേറി വരിക, എനിക്ക് പെന്തക്കോസ്ത് സമൂഹത്തോട് വളരെ ബഹുമാനമുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചൂടാവുന്നെങ്കിൽ അത് ഞാൻ സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി. എനിക്കിവരോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. കാരണം പെന്തക്കോസ്ത് സമൂഹം ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഞാനത് നെഗ്ലക്റ്റ് ചെയ്യത്തില്ല, ഒരിക്കലും ഇല്ല. എനിക്ക് 1 രൂപയെങ്കിലും തന്ന് സഹായിച്ചവരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് 1 രൂപയെങ്കിലും തന്ന സഹായിച്ച പെന്തക്കോസ്തുകാരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആരെയും മറന്നിട്ടില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞാൻ ആ സഹോദരന്മാരോട് പറയുകയാണ്, നിശ്ചയമായിട്ടും നിങ്ങൾ വീണ്ടും പല കാര്യങ്ങൾ പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും അബദ്ധങ്ങളിൽ പോയി വൈരാഗ്യം കൊണ്ട് നിൽക്കരുത്. നിങ്ങൾ നിശ്ചയമായിട്ടും ഈ ഭയാനകമായ ഹൊറർ ഫിലിമിനെ നിർത്തണം. നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ തിയേറ്ററിൽ ഓടുന്ന ഈ ഹൊറർ ഫിലിമിനെ നിർത്തണം. നിങ്ങൾ ഈ ഹൊറർ മൂവി കാണിച്ച് ജനത്തെ പേടിപ്പിക്കരുത്. ഹൊറർ മൂവി അവസാനിപ്പിച്ചിട്ട് സ്നേഹസമ്പന്നനായ ഒരു ദൈവം സ്ഥാപിച്ച ദൈവരാജ്യത്തിന്റെ പണിയിലേക്ക് ജനത്തെ കൊണ്ടുപോവാ. യേശുവിന്റെ വരവല്ല യേശുവിന്റെ സഭയുടെ ലക്ഷ്യം. യേശുവിന്റെ രാജ്യത്തിന് യേശുവിന്റെ വരവല്ല സഭയുടെ ലക്ഷ്യം. ഇത് മനസ്സിലാക്കുക. സഭയ്ക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല. സഭയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ രാജ്യം സ്ഥാപിക്കണം. ആ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് നിലവിലുള്ള സിസ്റ്റത്തെ ദൈവം എടുത്ത് എറിഞ്ഞത്. നിലവിലുള്ള സിസ്റ്റത്തെ കടലിൽ കളഞ്ഞതാണ്. 2000 വർഷമായില്ലേ? 1948 അവർക്ക് രാജ്യം കിട്ടിയെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് തുള്ളിച്ചാടുകല്ലേ? 1948 യഹൂദന് രാജ്യം കിട്ടി, ശരി. യെരൂശലേം പണിയാനുള്ള ആദ്യത്തെ ആണിക്കല്ല് ഉണ്ടാക്കി വെച്ചിരിക്കുക, ശരി. അടിസ്ഥാനക്കല്ലുണ്ട്, ശരി. മഹാപുരോഹിതനെ കണ്ടുപിടിച്ച്, ശരി. റെഡ് ഹൈഫറിനെ കണ്ടുപിടിച്ച്, എല്ലാം ശരിയാണ്. മിനക്സ് എന്ന് പറയുന്നൊരു സ്നെയിലുണ്ട്. ആ സ്നെയിലിൻ്റെ അകത്ത് ശരീരത്തിൽ നിന്ന് ആ നീലനൂലെടുക്കണം. ആ നീലനൂൽ, അതായത് ഇവരുടെ തലീദിനകത്ത്, പ്രാർത്ഥനാ ഷോളിന്റെ അഗ്രത്ത് ഇടാനുള്ളതാണ്. ആ തലീദിന്റെ അഗ്രത്തിന് വലിയ വിലയാണ് നൂലിന്. ആ ഡൈ ലോകത്തൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ആർട്ടിഫിഷ്യലി. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ദൈവത്തിന്റെ കാര്യപരിപാടി മാറുന്നില്ല. യഹൂദൻ ഇന്ന് വരെ യേശുവിനെ അംഗീകരിക്കാത്തടത്തോളം കാലം അവന്റെ വിഡ്ഢിത്തരങ്ങളെ പുറകെ നമ്മൾ എന്തിനാ പോകുന്നത്? യേശുവിനെ തള്ളിക്കളഞ്ഞ യഹൂദന്മാർക്ക് വേണ്ടി ഇനി യേശു സമയം കളയാൻ പോകണം? ഇല്ല. ദൈവരാജ്യമാണ് സഭയുടെ പണി. ദൈവരാജ്യം, ഈ കോൺസെപ്റ്റിലേക്ക് ചർച്ച വാ. ചർച്ച് വരണം, ദൈവരാജ്യത്തിലേക്ക് സഭ വരണം. ഞാൻ പറഞ്ഞല്ലോ, ഈ കാണുന്ന പ്രതിസന്ധികൾക്കെല്ലാം മറുപടി സഭയാ കൊടുക്കേണ്ടത്.
ഇപ്പം ചൈനയുടെ പ്രശ്നം, ചൈന വലിയ ആനയാ പൂനയാ, മറുപടി അവർക്ക് ചർച്ച്, ദ കിങ്ഡം ഹാസ് ടു ആൻസർ ദിസ് പ്രോബ്ലം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, ആർക്ക് പരിഹരിക്കാൻ പറ്റും? ഇവിടുത്തെ ഒരു പൊളിറ്റീഷ്യനും പറ്റത്തില്ല, ഒരു പൊളിറ്റീഷ്യനും പറ്റത്തില്ല. ഞാൻ വിശുദ്ധ ബൈബിളിൻ്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഞാൻ പറയാം. ദൈവത്തിൻ്റെ സഭയ്ക്ക് മാത്രമേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ പറ്റും. കിങ്ഡത്തിന് മാത്രമേ പറ്റത്തുള്ളൂ ഈ പ്രശ്നം തീർക്കാൻ. ഇവിടുത്തെ എപ്പിഡമിക്കിനെ ആർക്ക് നിർത്താൻ പറ്റും? ദൈവരാജ്യം വരണം. ഇവിടുത്തെ IS തീവ്രവാദം ആർക്ക് അവസാനിപ്പിക്കാൻ പറ്റും? കിങ്ഡം വരണമെന്നേ. ദൈവരാജ്യം വരാതെ ഇവിടുത്തെ ഒരു സിസ്റ്റവും ശരിയാകത്തില്ല. അപ്പൊ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കണം നമ്മൾ ദൈവസഭ. ദൈവസഭ ഇന്ന് ഉറക്കം തൂങ്ങി യേശു വരാൻ പോവാണ്, കാഹളം കേൾക്കാം, നിന്റെ തലയിലൊക്കെ ചാണകമാണോ ഇരിക്കുന്നത്? ഏത് വാക്യത്തിൽ, ഏത് ബൈബിളിൽ ഏത് വാക്യത്തിൽ എഴുതി വെക്കുന്നത് യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നീ ഇങ്ങനെ കുത്തിയിരിക്കണം? അപ്പം പാട്ടുണ്ട്, എണ്ണയുണ്ടോ നിൻവിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? ചോദ്യം. ശരി, ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. ഈ 10 കന്യകമാരാരാ? ആരാ ഈ 10 കന്യകമാർ? യേശുനാഥൻ ഭൂമിയിൽ വരുന്നത് 10 പെണ്ണുങ്ങളെ കൊണ്ടുപോകാനാണോ? അല്ല, എനിക്കറിയാമായിട്ട് ചോദിക്കുക. യേശു ഭൂമിയിൽ വരുന്നത് അവൻ്റെ മണവാട്ടി എന്ന ഏക സ്ത്രീയെ കൊണ്ടുപോകാനല്ലേ? പിന്നെ എങ്ങനെ ഈ 10 എണ്ണത്തെ കൊണ്ടുപോകുന്നത്? 10 എണ്ണത്തിന് 5 എണ്ണത്തെ കൊണ്ടുപോകാം. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും വാക്യം എടുത്തിട്ട് പാട്ടുണ്ടാക്കിയ, എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ വരവ് ഇതാണോ നമ്മുടെ ലക്ഷ്യം? ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ച കാര്യം, യെരൂശലേം എന്ന വൻമലയെ ദൈവം 2000 വർഷത്തിന് മുൻപ് സമുദ്രത്തിലേക്ക് എടുത്ത് എറിഞ്ഞു കളഞ്ഞു. അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാൽ ആ മല പർവ്വതം നേരെ കടലിൽ ചാടിപ്പോയി. അത് കടലിൽ ലയിച്ചു പോയി. അവൻ ഇന്നും ഒരു കൊച്ചു രാജ്യമുണ്ട്, അവൻ ഒരു ദിവസം സമാധാനമായിട്ട് അവിടെ ഉറങ്ങത്തില്ല. കാരണം ദൈവത്തിൻ്റെ കാര്യപരിപാടി അല്ലത്. യഹൂദനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും സ്ഥാപിക്കുക, യഹൂദന് വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കുക, അവന് പള്ളി ഉണ്ടാക്കണം, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. കുറെ യഹൂദ മോഹികളും യഹൂദ പ്രേമികളും കൊണ്ട് ഇറങ്ങിയേക്കുക ലോകം. യഹൂദന്മാർക്ക് പള്ളി പണിയാൻ വേണ്ടി ഇവിടെ ഉപവാസ പ്രാർത്ഥന നടത്തുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന കേട്ട്, യഹൂദൻ പള്ളി പണിയാൻ പ്രാർത്ഥിക്കുക, എന്നാലേ യേശു വരത്തുള്ളൂ. No, the kingdom of God. The kingdom of God has to be preached. Yeah, it's good one. Good one. ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യം എന്ന കോൺസെപ്റ്റിലേക്ക് ചർച്ച പോവാം. ഇവിടുത്തെ കത്തോലിക്ക, മാർത്തോമ, CSI, ഇവാഞ്ചലിക്കൽ, ലൂതർ മിഷൻ, മെയിൻലാൻഡ് സഭകൾ, പിന്നെ താഴെയുള്ള എല്ലാ ചോട്ടാ സഭകളും എല്ലാം ഒറ്റ ലക്ഷ്യത്തോടെ വാ, കിങ്ഡം ഓഫ് ഗോഡ്, സിറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ, ജനങ്ങളുടെ വിടുതൽ. നമ്മുടെ ചിന്ത എന്താ? നമ്മുടെ ചിന്ത ആ മതത്തിലുള്ളവനെ പിടിച്ച് പ്രഭാകരനെ പൗലോസാക്കി പള്ളിക്കകത്ത് കൊണ്ടുവരണം. പള്ളിക്കകത്ത് കൊണ്ടുപോയിട്ട് അവനെ ഒരുക്കി സ്വർഗത്തിൽ കൊണ്ടുപോകണം. എന്താ നമ്മുടെ ലക്ഷ്യം? നമ്മൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ഒരാളെ ഈ ആത്മാക്കളെ നേടുക എന്ന് പറഞ്ഞു. എവിടെ ഈ ആത്മാക്കളെ നേടാൻ പറഞ്ഞു? യേശു എവിടെ പറഞ്ഞു ആത്മാക്കൾ? യേശു പറഞ്ഞത് എൻ്റെ ഫോളോവർ ആക്കാനോ, എൻ്റെ ശിഷ്യന്മാരാക്കാനോ. എൻ്റെ ശിഷ്യന്മാരാക്കാനാണ്. കർത്താവിന് ശിഷ്യന്മാരെയാണ് ആവശ്യം. കർത്താവിന് ഭക്തജനങ്ങളെ ആവശ്യമില്ല. കർത്താവിന് ഫോളോവേഴ്സിനെ, കർത്താവിനെ ഫോളോ ചെയ്യുന്ന ആളുകളെ വേണ്ടത്. ഇപ്പം ക്രിസ്ത്യാനിറ്റി ഇമോഷണലാണ് പണിയപ്പെടുന്നത്. ഇപ്പം ഞാൻ കണ്ടതിടത്തോളം ഒത്തിരി ബന്ധങ്ങളൊക്കെ ഇരിക്കുന്നത് വെറും ഇമോഷണലാണ്. ഇമോഷൻ. അവൻ എന്നോട് മിണ്ടിയില്ല, ഞാൻ അവനോട് മിണ്ടൂല്ല. അവൻ എന്നെ ഫോൺ വിളിച്ചില്ല, ഞാൻ അവനെ വിളിക്കൂല. അവൻ എൻ്റെ പള്ളി വന്നില്ല, ഞാൻ അവനെ. നമ്മൾ ഇമോഷൻ കാളാ. ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കല്ലുവനസിൻ്റെ പുറകെ പോകുന്നത്. ഓരോ ചർച്ചും ഞാൻ പറഞ്ഞല്ലോ 10 പേരാ. ചർച്ചിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി കുറച്ച് ആളുകളുണ്ടോ അത് പവർഫുൾ ആയിരിക്കും. ഈ തൊണ്ടൻ മുളകും കാന്താരി മുളകും നമ്മൾ വ്യത്യാസം അറിയോ? തൊണ്ടൻ മുളക് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, ഈ സാമ്പാർ മുളക് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, നമ്മുടെ എല്ലാ നാട്ടിൽ. അത് ഉല്ലുത്രയും ഇരിക്കും. അത് 25 ഇട്ടാലും ഒരു ഗുണവുമില്ല, എരിയില്ല, ഗുണവുമില്ലാത്ത. അതേസമയം എന്താണ്ട് ചെറിയ കാന്താരി ഉണ്ടല്ലോ, അവൻ ഒരു ശകലം മതി. ചർച്ചിൻ്റെ വലിപ്പം കൂടുന്തോറും അതിൻ്റെ ക്വാളിറ്റി കുറയും.
ചർച്ചിൻ്റെ വലിപ്പം കൂടും തോറും ക്വാളിറ്റി കുറയും. ചർച്ചിൻ്റെ വലിപ്പം കുറയും തോറും ക്വാളിറ്റി കൂടും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. 1,00,000 വിശ്വാസി നമ്മുടെ ചർച്ചിൽ വന്നാൽ ആ ചർച്ചിനകത്ത് 10,000 ലീഡേഴ്സ് വേണം. 10,000 ലീഡേഴ്സ്. 10,000 ലീഡേഴ്സ് ഇല്ലാതെ 1,00,000 വിശ്വാസി വരരുത്. അല്ല, ഒരു പാസ്റ്ററിൻ്റെ ഷോ ഓഫ് കാണിക്കുന്ന സ്ഥലമല്ല. 10,000 ലീഡേഴ്സ് വേണം ആ 1,00,000 സഭയിൽ വിശ്വാസിക്ക്. അപ്പം എന്നാലേ ആ ചർച്ച് ചർച്ചാവത്തും. ഇപ്പം അങ്ങനല്ലല്ലോ. ഇപ്പം കൊല്ലത്തെ ചർച്ച് കഴിഞ്ഞിട്ട് നേരെ കോട്ടയത്ത് പോകും. കോട്ടയത്തെ ചർച്ച് കഴിഞ്ഞിട്ട് നേരെ അച്ഛൻ ചങ്ങനാശ്ശേരി പോകും. ചങ്ങനാശ്ശേരി ചർച്ച് കഴിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരത്ത് വരും. ഒരണ്ണന് 4 ചർച്ച്. ചർച്ച് ഓടി അങ്ങ് നടക്കുക. എവിടെയാലും അടുത്ത് മര്യാദയ്ക്ക് ഇരിക്കണോ. നിന്റെയൊക്കെ ധനമോഹം അങ്ങ് അവസാനിക്കട്ടെ ആദ്യം. നാണക്കേടാ ഇത്. എവിടൊക്കെ ഞാൻ രാവിലെ കൊല്ലത്താണ്, 12 മണിക്ക് നിന്നെ തിരുവനന്തപുരത്ത് പോവും, പിന്നെ 3 മണിക്ക് ഞങ്ങൾ കോട്ടയത്തെത്തണം, പിന്നെ 5 മണിക്ക് നേരെ എറണാകുളത്ത് എത്തണം. ഒരു ഞായറാഴ്ച 4 ചർച്ച്. അണ്ണൻ എത്തണം. ഇതാണോ ചർച്ച്? ഇതൊന്നും ചർച്ചൊന്നുമല്ല. ഇത് നീ പിരിവിന് വേണ്ടി ആളുകളെ കൂട്ടുന്ന സ്ഥലമെന്ന് അർത്ഥം. ധനമോഹികൾ, പണമോഹികൾ കർത്താവിൻ്റെ സഭയ്ക്കകത്ത് കയറി കാശുണ്ടാക്കാൻ വേണ്ടി നടക്കുക, പണം ഉണ്ടാക്കുക. ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ഥലത്തെ ഒരു ദൈവാസം നിൽക്കാൻ പറ്റത്തുള്ളൂ. ഫോക്കസ് ഓൺ സിംഗിൾ പ്ലേസ്. എന്നിട്ട് ആ വന്നിരിക്കുന്ന ജനത്തെ പിഴിയാതെ അവനെ ഫുഡ് കൊടുക്കുക, അവനെ വളർത്ത്, ക്രിസ്തു എന്ന തലയോളം വളർത്ത്. നിന്റെ ഗിമിക്സും മിമിക്രിയും കാണിച്ചിട്ട് ആ ജനത്തിനെ പിഴിയാതെ നിർത്ത്. ഈ ചർച്ച് ഞാൻ പറഞ്ഞല്ലോ, യെരൂശലേമിന്റെ നാശം വന്നത് എന്തിനാ? മഹാരാജാവിന്റെ വലിയ രാജ്യം പണിയാനാണ്. ദാനിയേൽ പ്രവചനത്തിൽ വന്ന കല്ല് വളരണം. സമുദ്രത്തിൽ അത് വന്നു വീണ കല്ല് ലോകം മുഴുവൻ വളരാൻ വേണ്ടിയാണ് യെരൂശലേം എന്ന വൻമലയെ കാഹളധ്വനിയോടുകൂടെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞത്. ഞാനിത് ഇതാണ് അതിൻ്റെ ട്രൂത്ത്. ഇവിടെ ഒരാഴ്ച 4 സഭയോ നടന്ന ഒറ്റ ഒരുത്തൻ ട്രൂ അല്ല. അത് ഏത് വലിയ ആളായാലും അവരെല്ലാം കബളിപ്പീരാണ്. അവരെല്ലാം ദൈവസന്നിധിയിൽ 100% തെറ്റാണ്. They cannot focus on 4 churches. They're not church at all. വെറും ഗ്യാതറിംഗ്, സംഘം കൂടുക. എന്നിട്ട് അവർ പറയും ചർച്ചാണ്. എന്താ ചർച്ച്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ചർച്ച്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എക്ലീഷ്യ? എക്ലീഷ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ലെജിസ്ലേറ്റീവ് റൂളിംഗ് അസംബ്ലി. അറിയാമോ? അല്ല, ചിന്നമ്മയും പൊന്നമ്മയും കൂടെ ഒരുമിച്ചിരുന്ന് കൈയടിച്ച് പാട്ട് പാടുന്ന ട്രെമ്പറിന്റെ ശബ്ദത്തിന് ആരാധിക്കുന്ന സ്ഥലമൊന്നല്ല. ചേർച്ച് എന്ന വാക്കിന്റെ അർത്ഥം ലെജിസ്ലേറ്റീവ് റൂളിംഗ് അസംബ്ലി എന്നാണ്. ലെജിസ്ലേറ്റീവ് റൂളിംഗ് അസംബ്ലി എന്നാണ്. കേരളത്തിൽ എത്ര സഭയുണ്ടോ? ഒറ്റ സഭയുള്ളൂ. അത് തിരുവനന്തപുരത്താണ്. അതെന്നറിയാമോ? നിയമസഭ. 140 മെമ്പേഴ്സ്, 3.5 കോടി ജനം. 3.5 കോടി ജനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട 140 പേർ. ദാറ്റ്സ് മോർ ദാൻ എനഫ്. അതാ ചർച്ച്. അല്ലാതെ തിരുവനന്തപുരത്തുള്ള സകല എണ്ണത്തെ പിടിച്ച് അതിനകത്ത് കയറ്റി ഇരുത്തി അതല്ല സഭ. ചർച്ച് ഈസ് ദ സെലക്ടഡ് ഫ്യൂ ആണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ ഒറ്റ കൂട്ടത്തെ കൊണ്ടാണ് 3.5 കോടി ജനത്തെ സ്പർശിക്കേണ്ടത്. അതായിരിക്കണം ചർച്ച്. ഒരെണ്ണത്തെ ഫോക്കസ് ചെയ്യും. ഇവിടുത്തെ കുറേ ഇപ്പം ന്യൂ ജനറേഷൻ കുറേ പൈസാമോഹികൾ ഇറങ്ങിയേക്കുക, കാശ് മോഹികൾ. ഈ മോഹികൾ കാരണം സുവിശേഷ വേല ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ചീത്തവിളിയാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പം ഞാനിതിനകത്ത് പ്രസംഗിക്കുമ്പോൾ ആൾ എന്നോട് പറയും, വേറെ ജോലിക്ക് പോടാ, ചായ അടിക്കാൻ പോടാ, വാർക്കപ്പണിക്ക് പോടാ. നിന്നോട് ഇന്ന് വരെ കർത്താവിൻ്റെ രാജ്യത്തിന് ദൈവമക്കളെ പിഴിഞ്ഞ് കബളിപ്പിച്ച് അവരെ സൂത്രവാക്കി ഉപയോഗിച്ച 1 രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പോയി ജോലിക്ക് പോകാൻ പറഞ്ഞത്. ഈ അണ്ണന്മാരോട് പോയി ജോലിക്ക് പോകാൻ. ഐ നെവർ ഗോ എനിവെയർ. ഞാൻ ഇന്ന് വരെ എൻ്റെ കൈ ദൈവസന്നിധി നിർമ്മലമാണ്. ഒരു ദൈവ പൈതലിൻ്റെയും കാശ്, ഒരു അനാവശ്യമായ 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒരു രക്തക്കറ എൻ്റെ കയ്യിലില്ല. Church has to come up with a kingdom vision. Hallelujah.
താങ്ക് യു ഹോളി ഗോഡ്. ദൈവസഭ ശക്തിയോടെ എഴുന്നേറ്റ് വരണം. രാജ്യത്തിൻ്റെ ഫോക്കസ്, നമുക്ക് റിച്വൽസ്, ഉപദേശം എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച് ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ദൈവരാജ്യം. കർത്താവ് വരുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കണ്ട. സകലതും വചനം പറഞ്ഞ എപ്പോൾ വരും എന്നറിയുമോ? കർത്താവ്, എൻ്റെ കർത്താവ്, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. എപ്പോ വരെ? സകല ശത്രുക്കൾ, മരണം എന്ന ഒടുക്കത്തെ ശത്രു വരെ, നീ പോകുന്നത് വരെ. യേശു വരില്ല 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 എന്ന് പറഞ്ഞാൽ നിന്റെ ശ്മശാനം ശവമടക്ക് നടക്കാത്ത കാലം വരും, അന്നേ യേശു വരത്തുള്ളൂ. മരണം എന്ന ഒടുക്കത്തെ ശത്രു ക്രിസ്തുവിൻ്റെ സഭയുടെ കാലിൻ കീഴിൽ അടിമയാകുന്ന കാലം വരും. അന്നേ എൻ്റെ കർത്താവിനോട് പറയുകയാണ്, കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കെ. ഇരിക്കവിടെ. ആമേൻ കർത്താവെ വരണേ വരണേ എന്ന് പറഞ്ഞാൽ ഒന്നും പോണ്ട, അവിടെ ഇരി. മരണം എന്ന് പറയുന്ന ഒടുക്കത്തെ ശത്രു, ദാ കിങ്ഡം ഓഫ് ഗോഡിന്റെ അവസാനത്തെ റിസൾട്ട്. ഇന്ന് മരണം എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. ഇമോർട്ടാലിറ്റിയിലേക്ക് സഭ പോകും. മർത്യമായത് അമർത്യതയെ പൂകുന്ന കാലം വരണം, അന്നേ വരത്ത്. ദൈവരാജ്യം വളരുകയാ പ്രിയരെ. നമ്മുടെ ചിത്രം മാറ്റ്. യേശു വരുന്നു പോകും, ഇതൊന്നും നിങ്ങളുടെ ചിത്രമാക്കണ്ട, ഒന്നും നിങ്ങളുടെ ചിത്രമാക്കണ്ട. ഒരു വൻമല സമുദ്രത്തിലേക്ക് എറിയപ്പെടുക, വൻമല, ദാറ്റ് ഈസ് ജെറുസലേം. ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഈ മല, ദാറ്റ് ഈസ് ജെറുസലേം. ആ മലയെ കടലിലേക്ക് ചാടിച്ചു. ആരുടെ പ്രാർത്ഥനയാൽ? രക്തസാക്ഷികളുടെ പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏത് കാര്യവും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. സംഭവിക്കത്തുള്ളൂ. യെരൂശലേം വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപകലശം ഭൂമിയിലേക്ക് എറിയുമ്പോ ഊതിയ ദൈവദൂതന്മാരുടെ കാഹളധ്വനിയുടെ രണ്ടാം കാഹളത്തിൽ വൻമല സമുദ്രത്തിലേക്ക് വന്ന് വീഴുകയാണ്. ഇത് നിങ്ങൾക്ക് ഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ അടുത്ത ഒരു പോയിന്റും കൂടെ പറഞ്ഞ മുദ്ര അങ്ങ് നിർത്തുക. ഞാൻ ഈ പറഞ്ഞ ഒന്നുകൂടെ മറക്കല്ല്. എന്ന് പറയുന്നതിന് പൂർണ്ണ രൂപത്തിൽ വരണം. ദൈവരാജ്യം എന്ന കോൺസെപ്റ്റിലേക്ക് എല്ലാവരും വരണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമുക്ക് വേറെ ഒന്നും ആരാധന, പാട്ട്, പ്രാർത്ഥനയൊന്നും ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന് നമ്മളെ കോവിഡ് പഠിപ്പിച്ചു. സത്യമല്ലേ? സത്യമല്ലേ? ഒരു ദിവസം ആരാധന നടന്നില്ലെങ്കിൽ, ഇവിടെ ചില ക്ഷേത്രങ്ങളിലൊക്കെ നടന്നില്ലെങ്കിൽ ദൈവം ഇങ്ങനെ ആകാശം പൊട്ടിയിറങ്ങുമെന്ന് പറഞ്ഞിടത്തെല്ലാം പൂട്ടിയിട്ടേക്കുക. ഒരു സഭായോഗം മുടക്കിയാൽ ആ അടുത്ത പ്രാവശ്യം വരുന്ന ശ്രദ്ധിക്കണേ, ഒരു സഭായോഗം മുടക്കിയാൽ പിറ്റേ ആഴ്ച പാസ്റ്റർ വിശ്വാസിയെ നല്ല ചീത്തയില്ലാത്ത വാക്കിയെല്ലാം പറഞ്ഞ് ദൈവശാപവും കോപവും വരുമെന്നൊക്കെ പറഞ്ഞ് വിരട്ടി വിശ്വാസികളെ എത്ര എണ്ണത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നറിയാമോ? കഴിഞ്ഞ 4-5 ആഴ്ചയായിട്ട് ഒരു സഭായോഗവും ഇല്ല, ഉദ്ദേശിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം ഇനി വിരട്ട് കാണാൻ ഒരു സഭായോഗം മുടക്കി യാദർച്ഛിക എവിടെയെങ്കിലും യാത്ര ചെയ്ത് ഒരു പാലുകാച്ചിനെ കാണാൻ പോയി കഴിഞ്ഞാൽ അന്ന് ഉപദേശി നിങ്ങളെ കൊല്ലും, അല്ലേ? അപ്പം ഏതാണ്ട് ഇപ്പം 5 ആഴ്ചയായിട്ട് ഉദ്ദേശിച്ചാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുക. അപ്പം കർത്താവ് കോപിച്ചില്ലേ? അപ്പം നിങ്ങളുടെ ഈ സഭായോഗവും ഇതൊക്കെ നിങ്ങൾ കൂടിവരവാണ്. ഇത് ഫെലോഷിപ്പ് മാത്രമാണ്. ഇതിൻ്റെ ട്രൂ എന്ന് പറയുന്നത് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിയാണ്. ആ രാജ്യത്തിൻ്റെ വ്യാപ്തി പറഞ്ഞാൽ സിറ്റിസൺസ് കറക്റ്റ് ആണ്. സിറ്റിസൺസ്, നിങ്ങളുടെ കൾച്ചറാണ് ലോകത്ത് ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ. ഇപ്പം ക്രിസ്ത്യാനിയുടെ കൾച്ചർ കണ്ടാൽ ആരാ ഈ രാജ്യത്ത് വരുന്നത്? ക്രിസ്ത്യാനിയുടെ കൾച്ചർ കണ്ടാൽ അറിയാം അവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന രാജ്യത്തിൻ്റെ കൾച്ചർ എന്താണ്. നമുക്ക് പോകാം, നമുക്ക് ഈ കാര്യങ്ങൾ വിടാം. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഈ വൻമല വന്ന് വീണു. ഏതാ? കടലിൽ വീണു. ഇത് യെരൂശലേം ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മല. ഞാനത് തെളിയിച്ചു കഴിഞ്ഞു. ലേറ്റായിട്ട് ജോയിൻ ചെയ്തവർ ആദ്യ ഭാഗം ശ്രദ്ധിക്കുക. ഇത് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് നോക്കിയേ. വൻമല പോലൊരു സമുദ്രത്തിൽ എറിഞ്ഞിട്ട് കടലിൽ 3 നിലന്ന് രക്തമായി തീർന്നു. ഇതെന്താ സംഭവം എന്ന് ഞാൻ ജോസീഫസിന്റെ പുസ്തകത്തിൽ തന്നെ വായിക്കാം. ജോസീഫസിന്റെ പുസ്തകത്തിൽ തന്നെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ വായിക്കാം. ഈ വാർ ഓഫ് ദ ജ്യൂസ് ഈ ഇങ്ങാരുടെ പുസ്തകമാണ്, ജോസീഫസിന്റെ ബുക്കാണ്. അതിൻ്റെ
10-ാമത്തെ അധ്യായം, വാർ ഓഫ് ദ ജൂസ് ചാപ്റ്റർ 10. ആ ചാപ്റ്റർ 10-ന്റെ 9-ാമത്തെ പോർഷൻ. ബാക്കിയുള്ള കാര്യം, അതായത് ഇത് സമുദ്രത്തിൽ വന്നു, സമുദ്രത്തിലുള്ള 1/3 ജന്തുക്കൾ ചത്തുപോയി, രക്തതുല്യമായി എന്നൊക്കെയുള്ള ആ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ വാർ ഓഫ് ദ ജൂസ് ചാപ്റ്റർ 10 വേഴ്സ് അതിൻ്റെ ഉപവിഭാഗം 9. ഞാനത് മുഴുവൻ വായിക്കാൻ പറ്റത്തില്ല, ഒരിച്ചിരി ലോങ് ആണ്. ഞാനതിൻ്റെ ഇടയ്ക്ക് കയറി വായിക്കാൻ പറ്റും, നോക്കാം. ഇതിനകത്ത് ആരംഭം മുതൽ പറഞ്ഞാൽ, ബട്ട് നൗ വെൻ ദ വെസൽസ് വെയർ ഗോട്ടൺ റെഡി. വെസൽസ് എന്ന് പറഞ്ഞാൽ കപ്പലുകൾ റെഡിയായി, വെസ്പേഷ്യൻ്റെ വെസലുകൾ. അപ്പം കടലിലും യുദ്ധം നടക്കുന്നുണ്ട്, ഇതാണ് അതിൻ്റെ പ്രധാന വിഷയം. അതായത് നമ്മൾ 7-ാം അധ്യായത്തിൽ ദൂതൻ കാറ്റുമായിട്ട് പിടിച്ച് നിൽക്കുന്നത് എന്തിനാണ്? കടലിനെയും കരയെയും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ ബാധ കടലിനെ ബാധിക്കുന്നു. അപ്പം വെസ്പേഷ്യൻ എന്താ ചെയ്തെന്ന് നോക്കിയേ. വെൻ ദ വെസൽസ് വെർ ഗോട്ടൺ റെഡി, വെസ്പേഷ്യൻസ് പുട്ട് എ ഷിപ്പ് ബോർഡ് ആസ് മെനി ഓഫ് ഹിസ് ഫോഴ്സസ് ഹി തോട്ട് സഫിഷ്യന്റ് ടു ബി ടു ഹാർഡ് ഫോർ those that were upon the lake. അപ്പം ഈ കടലിലൂടെ യുദ്ധം. ഈ സമയത്ത് എന്താ സംഭവിച്ചെന്ന് നോക്കണം. ഞാൻ ഒത്തിരി താഴോട്ട് ഇങ്ങ് എടുക്കുകയാണ്. And but many of these were repulsed when they were getting ashore. They were killed by the darts upon the lake. ഇതിനകത്ത് ഞാൻ വായിക്കാതെ ഞാൻ 1-2 വാക്ക് പറഞ്ഞിടാം. ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ, വെസ്പേഷ്യൻ്റെ യുദ്ധം, അതായത് ഇത് AD 66 സംഭവം. യുദ്ധം ആരംഭിച്ചപ്പോൾ ഒരുപാട് ആളുകൾ രക്ഷപ്പെടാനായിട്ട് യാനങ്ങളിൽ കയറി, ഇവരുടെ ചെറിയ ബോട്ടുകളിൽ കയറി മധ്യധരണി കടലിലേക്ക് ചാടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങി. പക്ഷേ ഈ റോമിൻ്റെ കപ്പല് ഇതിനകത്ത് അകപ്പെട്ടു പോയ സകല മനുഷ്യരെയും കൊന്നു, അവരുടെ സകല കപ്പലുകളെ നശിപ്പിച്ചോളാം. ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുണ്ട്, ഞാനത് വായിക്കാം. Many of these were repulsed, they were getting ashore, they were killed by the dart. അതായത് ചാടി രക്ഷപ്പെടാനുള്ളവനെയെല്ലാം അമ്പെയ്ത് കൊന്നു കളഞ്ഞു, കടലിൽ വെച്ച് തന്നെ കൊന്നു കളഞ്ഞു. ആൻഡ് റോമൻസ് ലീപ്ഡ് ഔട്ട് ഫോർ ദെയർ വെസൽസ്, അവരുടെ കപ്പലുകൾക്കെതിരെ ചെന്ന്, ആൻഡ് ഡിസ്ട്രോയ്ഡ് ദ ഗ്രേറ്റ് മെനി മോർ അപ്പോൺ ദ ലാൻഡ്. കരയിൽ നിന്നും കടലിൽ നിന്നും എന്ത് ചെയ്തു? ഇവരുടെ കപ്പലുകളെ നശിപ്പിച്ചു. നമ്മൾ ഈ കാഹളം ഊതുമ്പോൾ എന്താ സംഭവിച്ചു നോക്കിയേ, 1/3 കപ്പലുകൾക്ക് ഛേദം വന്നു. And destroyed the great many more upon the land, and one might then see the lake all bloody and full of dead bodies. സംഭവിച്ചത് എന്താ? ഈ കടല് മൊത്തം ശവശരീരങ്ങളെ കൊണ്ടും രക്തത്തെ കൊണ്ടും നിറഞ്ഞു. ഇത് ജോസീഫസിന്റെ പുസ്തകമാണ്, ഹിസ്റ്റോറിയൻ എഴുതി വെച്ചേക്കുക. വെസ്പേഷ്യൻ വന്നപ്പോൾ, അതായത് ടൈറ്റസ് ഒക്കെ വരുന്നതിന് മുമ്പ് സംഭവമാണ്. ആ സംഭവത്തിൽ തന്നെ ഏകദേശം 6000-ത്തിലധികം ആളുകളെ കടലിൽ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. അപ്പൊ ഈ പട്ടണത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം കടലിലേക്ക് ചാടുക, യഹൂദിയയിലുള്ളവർ. ഇദ്ദേഹം വരുന്ന വഴി ഗലീല ദേശത്ത് വെച്ച് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഗലീല ദേശത്ത് വെച്ച് തന്നെ ധാരാളം ആളുകൾ കടലിൽ ചാടി കാറ്റടിച്ച്, കാറ്റിനാൽ ഈ കാറ്റ് കൊണ്ടുപോയി ഈ കപ്പലുകളെല്ലാം, ഈ പടകളെല്ലാം കൂടെ പാറമേലടിച്ച്, അങ്ങനെ 1000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ധാരാളം പേർ കടലിൽ കൊല്ലപ്പെട്ടു. അതുകൊണ്ടാണ് വെടിവെച്ചിരിക്കുന്നത്. ഈ മല വന്ന് വീണപ്പോൾ ആ കടൽ രക്തതുല്യമായത് എന്ന് പറഞ്ഞാൽ, ഈ പട്ടണം എന്ന് പറയുമ്പോൾ ഒരു മല വന്ന് വീണു എന്നല്ല. യെറുശലേമിൻ്റെ നിവാസികൾ കടലിലേക്ക് എറിയപ്പെടുമ്പോൾ അക്ഷരികമായി കടലിലേക്ക് വീഴുന്നവരെ വെട്ടിക്കൊല്ലുകയാണ്. 6000-ത്തിലധികം ശവശരീരങ്ങൾ ആരും അടക്കാനില്ലാതെ കടലിൽ ദ്രവിച്ച് ദുർഗന്ധം വമിച്ച് അവിടെ തന്നെ ബ്ലഡ് ഷെഡ് ചെയ്ത് ബ്ലഡ് കൊണ്ട് നിറഞ്ഞു. നിശ്ചയമായിട്ടും ഈ ശവങ്ങളും ഈ മാലിന്യം കൊണ്ട് ആ കടലിനകത്തുണ്ടായിരുന്ന ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ജന്തുക്കളെല്ലാം ചത്തൊടുങ്ങുകയാണ്. സോ ദിസ് ഈസ് ഹാപ്പൻഡ്. താഴോട്ട് ഞാൻ വായിക്കുകയാണ്. ആൻഡ് ദ ടെറിബിൾ സ്റ്റിങ്, വളരെ ദുഷിച്ച ഗന്ധം. And a very sad sight there was on the following days over the country, for as for many shores they were full of shipwreck. നോക്കി അവിടെ നോക്കുമ്പോൾ എല്ലാം കപ്പൽ ഛേദമാണ്, അതായത് മുഴുവൻ കപ്പലുകൾ നശിച്ചു. നമ്മൾ ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കാഹളം ഊതുമ്പോൾ 1/3 കപ്പലുകൾ നാശം വന്നു. ആൻഡ്
of the dead bodies were swelled, and as the dead bodies were inflamed by the sun and putrefied, they corrupted the air. അന്തരീക്ഷത്തെ മൊത്തമല്ല, in so much like the misery was not only the object of the Jews, but to those that hated them and had been the authors of their misery. And this was the upshot of the sea fight. അപ്പോൾ സീ ഫൈറ്റ്, അതായത് ഈ കടലിനകത്ത്, കരയിൽ മാത്രമല്ല യുദ്ധം, കടലിൽ വെച്ചും വിനാശങ്ങൾ സംഭവിക്കുകയാണ്. The number of the slain, including those that were killed in that city before, was 6,500. 6,500 ആളുകൾ കടലിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുക. This is happened. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ ഈ രണ്ടാമത്തെ കാഹളം ഊതിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ യെരുശലേമിൻ്റെ പട്ടണം താഴെ വീഴുകയാണ്, കടലിലേക്ക് എറിയുകയാണ്. പ്രാർത്ഥനയാൽ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാന്ന് പറഞ്ഞാൽ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണനാഥന്റെ വാക്ക് പോലെ രക്തസാക്ഷികളുടെ നിലവിളിയും പ്രാർത്ഥന കാരണം യെരുശലേം എന്ന വൻമല, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം താഴേക്ക് വീഴുകയാണ്. സമുദ്രത്തിൽ ജാതികളിലേക്ക് ചിതറിക്കപ്പെടുകയാണ്. മറ്റു ജനങ്ങളെപ്പോലെ കൊല്ലപ്പെടുകയാണ്. അക്ഷരികമായി കടലിൽ യുദ്ധം നടക്കുക. ആയിരങ്ങൾ കടലിൽ കൊല്ലപ്പെടുകയാണ്. ഡെഡ് ബോഡി ചീഞ്ഞഴുകുക. ഒരു ശവശരീരം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും നദീതീരത്തോ കടലിലോ അടിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ നാട്ടിൽ അതിനെ എടുത്ത് അടക്കം ചെയ്യുകയും മറവ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആയിരങ്ങൾ 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 ഗലീല കടലിൽ ഏകദേശം 4,000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയാണ്. മധ്യധരണി കടലിൽ ഏകദേശം 6,500-ലധികം ആളുകൾ കൊല്ലപ്പെടുന്നു. ആ സമയത്ത് അവരുടെ ശരീരം അടക്കാൻ ആരുമില്ല. അതിൻ്റെ ദുർഗന്ധം കൊണ്ട് നാട് നശിച്ചു. ജീവനുള്ളതെല്ലാം 1/3 കൊല്ലപ്പെട്ടു. ഇത് ന്യൂട്രോൺ ബോംബും ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഇടുന്നതുകൊണ്ടുണ്ടാകുന്ന അല്ല പ്രിയരെ. യെരുശലേമിന് സംഭവിക്കാൻ പോകുന്ന വിനാശത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാൻ മുൻകൂട്ടി പറഞ്ഞ പ്രവചനമാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 1/3 ചത്തുപോയി. കപ്പലുകളിൽ 1/3 ഛേദം വന്നു. കപ്പലുകളിൽ 1/3 ഛേദം വന്നെന്ന് പറഞ്ഞാൽ യഹൂദൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കടലിലെ അവൻ്റെ സകല ബോട്ടിൽ 1/3 നശിച്ചു. ഒന്ന് നശിച്ചത് ഇവരുടെ വെസൽസ്, അതായത് വെസ്പേഷ്യൻ്റെ യുദ്ധക്കപ്പലുകൾ അതിനെ നശിപ്പിച്ചു. രണ്ടാമത്തത് വൻ കാറ്റിൽ പാറകളിലും മറ്റും വന്നടിച്ച് കൊല്ലപ്പെട്ടു. മനഃപൂർവ്വമായി തീയിട്ട് കത്തിച്ചു. പല നിലയിൽ അവരുടെ ബോട്ടുകൾക്കും അവരുടെ യാനങ്ങൾക്കും നാശം സംഭവിച്ചു. അക്ഷരികമായി ഇത് സംഭവിച്ചു കഴിഞ്ഞതാണ്. അപ്പം രണ്ടാമത്തെ കാഹളം ഊതിയതാണ്, സംഭവിച്ച കഥയാണ്. യെരുശലേം എന്ന് പറയുന്ന വൻ നഗരത്തിൻ്റെ വീഴ്ച. ഒരു പ്രാവശ്യം ഞാൻ ആവർത്തിക്കാം. ചന്ദ്രന്റെ പട്ടണം, മൂൺ സിറ്റി എന്നറിയപ്പെടുന്ന ജെരിഹോവ് 7 മഹാപുരോഹിതന്മാരുടെ കാഹളധ്വനിയുടെ മുമ്പിലാണ് താഴ്വീണതെങ്കിൽ 7 മഹാദൂതന്മാരുടെ കാഹളധ്വനിയുടെ മുമ്പിൽ ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരിയായ മനോഹരിയായ ദൈവത്തിന്റെ നഗരമെന്ന് വിളിച്ചുകൊണ്ടിരുന്ന സിയോൻ പർവ്വതം എന്ന മഹാനഗരം 7 കാഹളത്താൽ സമുദ്രത്തിലേക്ക് എടുത്ത് എറിയപ്പെടുക. രണ്ടാമത്തെ കാഹളത്തോട് തന്നെ ഇതിനെ എറിയുന്ന ചിത്രമാണ് കാണുന്നത്. ഇത് ഭൂമിയിലേക്ക് ചിതറിപ്പോവുകയാണ്. 97,000 ആളുകളെയാണ് 97,000 ആളുകളെയാണ് അടിമകളായിട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ചിത്രം നിങ്ങളുടെ മുമ്പിൽ ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ നിർത്തുക. ഒരുപാട് റെഫറൻസ് നമുക്ക് ഇനിയും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. ജോസീഫസിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. വാർ ഓഫ് ദ ജൂസ് വായിച്ചു നോക്കുക. കൃത്യമായി വെളിപ്പാട് പുസ്തകത്തിന് ആശയങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി ജോസീഫസ് പറയുന്നുണ്ട്. തോമസ് മാമന്റെ പ്രസംഗം കേൾക്കരുത്, ചാത്തന്നൂരിന്റെ പ്രസംഗം കേൾക്കരുത്. നിന്റെ തലയ്ക്ക് ചാത്തം കയറുന്ന പോലെ ഇപ്പം. ഞാനിത് പറയുന്നത് പരിഹസിക്കൊന്നുമല്ല. അവരുടെ പ്രസംഗം കേട്ടാൽ നിനക്ക് മാനസിക രോഗം ഉണ്ടാവും. അർത്ഥശൂന്യമായ സ്യൂഡോ സയൻസാണ് പറയുന്നത്. വിശുദ്ധ ബൈബിളിലെ ഹിസ്റ്റോറിക്കൽ എവിഡൻസിൽ അതിനെ വ്യാഖ്യാനിച്ച് പഠിച്ചു നോക്ക്. ചർച്ചിനെ ഇനി പൊല്യൂട്ട് ചെയ്യരുത്. എനിക്ക് തോന്നുന്നു അന്ന് യെരുശലേമിൽ അവരുടെ കടലിൽ ഈ ശവം കടന്ന് അഴുകി നാറിയതുപോലെയാണ് ഇന്ന് ക്രിസ്തീയ ലോകം നാറുന്നത്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് കേൾക്കരുത്. നിങ്ങൾ ഈ വിവരമുള്ളവരുടെ ഈ ജോസീഫസിൻ്റെ ഒക്കെ പുസ്തകം വായിച്ചു നോക്ക്. നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം അക്ഷരികമായിട്ട് ഇവിടെ ഹിസ്റ്റോറിക്കൽ എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. സോ ഹൊറർ തിയോളജിയിൽ നിന്ന് ഹാപ്പി തിയോളജിയിലേക്ക് സ്വാഗതം. COVID-19 ലോകം മുഴുവൻ ഭയം ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. ലോകത്തിന് ഹാപ്പി ആയിരിക്കും. വിനാശമല്ല നമ്മൾ ലോകത്തോട് പറയേണ്ടത്.
ഹാപ്പി ആയിട്ടിരിക്കും, ജനത്തെ സന്തോഷത്തിൽ നടത്തും, സന്തോഷമായിട്ടിരിക്കും. ഒരു കാഹളം വരുന്നില്ല, ഒരു മുദ്രയും പൊട്ടി, എല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യം. എല്ലാം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ ഭ്രാന്തൻ, ഭൂതം, അന്തിക്രിസ്തു, എതിർ ക്രിസ്തു, പിശാച്, അന്ത്യകാലത്ത് ഇറങ്ങിയേക്കുന്ന നിങ്ങൾ എന്തോ സൂത്രം വിളിച്ചു. എനിക്കിത് വിഷയമല്ല. എന്ത് വിളിച്ചാലും പ്രശ്നമില്ല. കാരണം അതൊക്കെ ഞാനത് എൻ്റെ ബാഡ്ജായിട്ട് അങ്ങ് സൂക്ഷിക്കുക. അന്തിക്രിസ്തു എന്ന് എന്നെ വിളിച്ചാൽ ഞാനത് ബാഡ്ജായിട്ട് എടുക്കും. I'll take it as a badge. അതെനിക്ക് നൽകിയ ഒരു പ്രിവിലേജ് ആയിട്ട് എടുക്കും. ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് ജീസസ് ഈസ് ബിൽഡിംഗ് ദ കിങ്ഡം. അവൻ്റെ രാജ്യം അവൻ പണിതുകൊണ്ടിരിക്കുക. അതിനെ തളർത്താൻ, തകർക്കാൻ ആർക്കും ലോകത്തിനാർക്കും കഴിയത്തില്ല. ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. അവൻ്റെ രാജ്യം വളരുമ്പോൾ ദൈവരാജ്യം എന്ന കോൺസെപ്റ്റിലേക്ക് പോകും. ഒരു വേർഡും കൂടെ ഞാൻ ഇതിനോടനുബന്ധിച്ച് ഞാൻ പറയുക. യെരുശലേം എന്ന വൺമലയെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാൽ കടലിലേക്ക് ചാടിച്ചു എന്നതിൻ്റെ അർത്ഥം ആ വൻമലയെ റീപ്ലേസ് ചെയ്ത. എന്തിനാ? പുത്തൻ യെരുശലേം എന്ന വേറൊരു മല വളർന്നു വരികയാണ്. അത് സർവഭൂമിയെയും നിറയ്ക്കുന്ന യേശു കർത്താവിൻ്റെ രാജ്യമാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇന്ത്യയും ഭൂമി രാജ്യങ്ങൾ മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിയിലേക്ക് എത്തും. തളരരുത്, തകരരുത്, തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. അന്ത്യകാല ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മാനസിക രോഗികളാകരുത്. ധൈര്യമായിട്ടിരിക്കെ. ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ അല്ല ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ തിരുത്താൻ വാ. വിശുദ്ധ ബൈബിളിൻ്റെയോ സഭയുടെയോ ചരിത്രമോ ഏതെങ്കിലുമൊക്കെ എടുത്തോണ്ട് വാ. വിശ്വസിക്കാൻ കൊള്ളാമെങ്കിൽ വിശ്വസിക്കാമെങ്കിൽ അംഗീകരിക്കാന്നേ. എൻ്റെ അഭിപ്രായം ഈ ഇരുമ്പൊലൊക്കെ പോലൊന്നുമല്ല. ഞാൻ പറയുന്ന ഇരുമ്പൊലൊക്കെയാണ്, അത് ഒരിക്കലും മാറാൻ പാടില്ല, അങ്ങനെ തന്നെ കഷായത്തിനകത്ത് അങ്ങനെ തന്നെ കിടന്നു വിഴുങ്ങിക്കോ എന്ന് പറയാനില്ല. ഞാൻ കഴിഞ്ഞ 30 വർഷത്തിൽ പഠിച്ച സത്യങ്ങൾ മാത്രം നിങ്ങളോട് പറയുകയാണ്. കൃത്യമായ സത്യങ്ങൾ. അത് ലോകം മുഴുവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നത് ഐ നോ വാട്ട് ഈസ് ട്രൂ. ഇതുവരെ എന്താ സത്യം എന്ന് എനിക്ക് മനസ്സിലായി. ഇതിനപ്പുറത്തൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആരെങ്കിലും കൊടുത്ത് ഐ എം റെഡി ടു ഫോളോ ദാറ്റ്. പക്ഷേ എനിക്ക് ഈ ഹൊറർ ഭയാനകമായ മണ്ഡലത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് സമൂഹം വരണം. ഭീതിയിൽ നിന്ന് ദൈവത്തെ അപ്പാന്ന് വിളിച്ചുകൊണ്ട് ഓടുന്നൊരു സമൂഹം, പിതൃത്വം കണ്ടൊരു സമൂഹം, ദൈവത്തിൻ്റെ ആ ഹൃദയത്തെ കണ്ടൊരു ജനറേഷൻ. സോ ലെറ്റ് us start to build the kingdom of God. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും നിറഞ്ഞ അനുഗ്രഹത്തിൻ്റെ സഭ, അനുഗ്രഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പണിക്കായി ദൈവം നമ്മളെ ഉയർത്തട്ടെ. അതിന് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സഭ, നിങ്ങളുടെ പണം, നിങ്ങളുടെ ബുദ്ധി, ദൈവം നിൽക്കുന്ന സമയം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ബിസിനസ് ദൈവരാജ്യത്തിൻ്റെ മഹിമയ്ക്കായിട്ട് ഉപയോഗിക്കുക. അത് ആ മഹിമയിലോട്ട് വളരട്ടെ. Whatever the things you are doing for the people is for the kingdom of God. അതുകൊണ്ട് 2-ാം ദൂതൻ്റെ കാഹളം ഊതി. അടുത്ത ദിവസം നമുക്ക് 3-ാം ദൂതൻ എന്താ ചെയ്തെന്ന് നോക്കാം. പിന്നെ 4-ാം ദൂതൻ. ആദ്യത്തെ 4 കാഹളം അത് വരാൻ പോകുന്ന 3 കാഹളങ്ങൾക്ക് വേണ്ടിയുള്ള സെറ്റപ്പാണ്. അത് ഇന്നലെ ഞാൻ പറഞ്ഞു. ആദ്യത്തെ 4 മുദ്രകൾ വരാനുള്ള 3 മുദ്രകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. ആദ്യത്തെ 4 കാഹളങ്ങൾ അവസാനത്തെ 3 കാഹളത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസാണ്. സോ ഇതാണ് അവിടുത്തെ ചിത്രം, വെളിപ്പാട് പുസ്തകത്തിൻ്റെ ചിത്രം അതാണ്. അതുകൊണ്ട് നമ്മുടെ കോൺസെപ്റ്റ്, വി ആർ ദ കിങ്ഡം പീപ്പിൾ, വി മസ്റ്റ് ഹാവ് ദ കിങ്ഡം കൾച്ചർ, കിങ്ഡം റെവലേഷൻ. രാജ്യത്തിൻ്റെ കൾച്ചർ വേണം, രാജ്യത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ വേണം, കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ലൈഫ് സ്റ്റൈൽ വേണം. അങ്ങനെ ഒരു ഗ്ലോറിയസ് ലൈഫിലേക്ക് പോകാൻ കൃപദൈവം നിങ്ങൾക്ക് തരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വാച്ച് ചെയ്ത എല്ലാവരോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും കർത്താവിൻ്റെ വലിയ നാമത്തിൽ, നമ്മുടെ രക്ഷകൻ്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് തോൽപ്പിച്ച കർത്താവ് നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ഇനിയും ചെയ്യട്ടെ. ഇത് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ, ഇതാർക്കെങ്കിലും പ്രയോജനപ്പെടുന്നത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ യു ക്യാൻ ഷെയർ ദിസ് മെസ്സേജ്. നിങ്ങളുടെ ടൈം ലൈനിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അടുത്ത ദിവസം മറ്റ് 3-ാമത്തെ കാഹളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് വരുന്നതുവരെ ദൈവം നിങ്ങളെ ദൈവകൃപയിൽ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിലെ സഹോദരങ്ങൾ ഇതിനകത്ത് വാച്ച് ചെയ്തു. ICF സഭയുടെ സഹോദരങ്ങളോട് പ്രത്യേക സ്നേഹമറിയിക്കുന്നു. മറ്റും ഇത് ഫോളോ ചെയ്യുന്ന ഏവരെയും ദൈവം സർവശക്തൻ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗുഡ് നൈറ്റ് വിത്ത് ദ ഹോളി ഗോസ്റ്റ്. സ്റ്റേ ബ്ലെസ്ഡ്. ആമേൻ.